All right. Good morning, everyone. Thank you so much for being here. നമ്മുടെ സെഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കിടക്കാം. അതിനു മുൻപ് once again, good morning. Thank you. Thank you for the meditation. Thank you. All right. ഇർഫാന ഫസ്റ്റ് ടൈം ആണ് പങ്കെടുക്കുന്നത്. ആരൊക്കെ ഫസ്റ്റ് ടൈം പങ്കെടുക്കുന്നവരുണ്ടോ? ഫസ്റ്റ് ടൈം ഓർ 2 days? ഹായ് ഷൈമ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഷൈമ എല്ലാ ദിവസവും പങ്കെടുക്കാറുണ്ടല്ലോ ഇപ്പോ. ഹലോ. ഓക്കെ. ഷൈമ ബിസിയാണോ? ഷൈമ ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട് മെഡിറ്റേഷൻ? ഹെൽപ്ഫുൾ ആണോ? പങ്കെടുക്കുന്നു? എങ്ങനെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു ഷൈമ? ഷെയറായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ്. താങ്ക് യു ഫോർ ദ താങ്ക് യു സോ മച്ച് സലീന. റൈറ്റ്, വെരി ഗുഡ്. 3 days ആയിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, രാഹിൽ. ഓക്കെ, നിങ്ങൾ ഇന്ന് എത്ര മണിക്കാണ് നിങ്ങൾ എണീറ്റ്? ജസ്റ്റ് കമന്റ് ആവും. വാട്ട് വാസ് ദ ടൈം? നിങ്ങൾ എത്ര മണിക്കാണ് എണീറ്റിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. നിങ്ങളുടെ അച്ചീവ്മെന്റ് ഒന്ന് കമന്റ് ചെയ്യാം. കാരണം നമ്മൾ 5 AM ക്ലബിലേക്ക് നിങ്ങൾ ലൈക്ക് ഒരു ഓക്കെ 3:15. ആരാ 3:15 എണീക്കുന്നത്? 3 മണിക്കൊക്കെ എണീറ്റിട്ടവരുണ്ട്. ഓക്കെ, 4 AM. ഓക്കെ, സെക്കൻഡ് ഡേ ആണ്. ആരാണ് സെക്കൻഡ് ഡേ? ജിജി KP. ഓക്കെ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം അല്ലേ? ഷാഫി സാറേ നമസ്കാരം. യെസ്, പറഞ്ഞോളൂ. ആരാണ്? ഞാൻ ഷാജഹാനാണ്. ഷാജി. ഞാന് കുറച്ച് ദിവസം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്റെ വൈഫ് ഹോസ്റ്റ് ആയതുകൊണ്ടേ അവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട് ഭയങ്കരമായിട്ട്. ഓക്കെ, പിന്നെ പുറത്തിറങ്ങണം. പുറത്ത് നമുക്ക് ഇരുന്നിട്ട് എങ്ങനെ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കേണ്ടി വരും. അപ്പൊ അതാണ് പിന്നെ കുട്ടികൾക്ക് സുലണ്ടായിട്ട് 1.5 ആഴ്ച കഴിഞ്ഞപ്പോ തിരിച്ചെത്തിയുള്ളൂ. ഇന്നലെ എത്തിയുള്ളൂ. ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പൊ കുറച്ച് ഗ്യാപ്പ് വന്നു അല്ലേ? ദാറ്റ്സ് ഓക്കെ. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. എൻജോയ്. വാട്ട് ഡു യു ഡു? എന്താ നിങ്ങൾ ചെയ്യുന്നത് ഷാജി? ഞാന് ഒന്ന് പറഞ്ഞായിരുന്നു, അഡ്വർടൈസിംഗ് ഏജൻസിയാണ്. ആഡായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ. കാര്യങ്ങൾ നല്ല രീതിയിലേക്ക് നടക്കട്ടെ. ഉമ്മു സൽമ എന്തോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? താങ്ക് യു. ഉമ്മു സൽമ. ഓക്കെ, ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്, അവിടെ ചോദിച്ചതാണ്. ഓക്കെ, സോ വൺസ് അഗെയിൻ ഡോക്ടർ ഹസീന, താങ്ക് യു ഫോർ ജോയിനിങ്. 3:25 AM എണീറ്റു. ഹസീന, ഡോക്ടർ ഹസീന ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ക്യാൻ യു അൺമ്യൂട്ട് യുവർ സെൽഫ്? ഐ എം റിയലി ക്യൂരിയസ്. അതേപോലെ സുധീർ സാർ 3:50. ഓക്കെ, ഇത് UAE ടൈമാണോ നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്യുന്നത്? സുധീർ സാർ UAE-ലാണ്. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ അത്രയും നേരത്തെ എണീറ്റിട്ട് ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നു. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നമ്മളുടെ കഴിഞ്ഞ സെഷനുകൾ ഏതെങ്കിലും നിങ്ങൾ കേൾക്കാത്തുണ്ടെങ്കിൽ എന്ത് കേൾക്കുക. നമ്മൾ വീണ്ടും ഇന്നത്തെ സെഷനിലേക്ക് കടക്കാൻ പോവാണ്. റെഡി? അതായത് കഴിഞ്ഞ സെഷനിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ, എന്തൊക്കെ പഠിച്ചു എന്നുള്ളത്. എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്? ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ? എന്തായിരുന്നു? 3 പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം 3 challenges we may face. നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് 3 എണ്ണം. ഏതാണ് പറയാൻ പറ്റുമോ? ഹലോ, ഒന്ന് ഉഷാറാവട്ടെ, ഒന്ന് എനർജിയൊക്കെ വരട്ടെ. ഓക്കെ, ഏതൊക്കെയാണ് 3 ചാലഞ്ചുകൾ? മറിച്ച് നോക്കണം. ഓക്കെ, ഇത് ഒരുപാട് എണ്ണം ഓരോ ദിവസം ഓരോന്ന് പഠിപ്പിക്കുകയാണ്. ഇപ്പൊ പഠിച്ച് നമ്മളാണ് കൊടുക്കുന്നത് അല്ലേ? നമുക്കിത് ക്ലാസ് അങ്ങ് നിർത്തി വെക്കണം. കുറച്ച് ദിവസം ബ്രേക്ക് എടുക്കണം. മെഡിറ്റേഷൻ മാത്രമാക്കാം. ലാക്ക് ഓഫ് ക്ലാരിറ്റി. ഓക്കെ, ലാക്ക് ഓഫ് ക്ലാരിറ്റി, പ്രൊക്കാസ്റ്റിനേഷൻ, നീട്ടിവെക്കുന്ന സ്വഭാവം. ആൻഡ് ദെൻ ലാക്ക് ഓഫ് ക്ലാരിറ്റി, പ്രൊക്കാസ്റ്റിനേഷൻ. വേറെ എന്താണ്? ഫിയർ ഓഫ് ഫെയിലിയർ. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ ലാക്ക് ഓഫ് ക്ലാരിറ്റി ആണ്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ഫിയർ ഓഫ് ഫെയിലിയർ. തേർഡ് പോയിന്റ് പറഞ്ഞത് പ്രൊക്കാസ്റ്റിനേഷൻ ആണ്. സെക്കൻഡ് പറഞ്ഞത്. തേർഡ് പോയിന്റ് ഫിയർ ഓഫ് ഫെയിലിയർ. അങ്ങനെ 3 പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞു. ഈ 3 പോയിന്റ്സുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിലേക്ക്
ആ ചലഞ്ചസിനെ ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്തിലേക്ക് നമുക്ക് പോകാം. 3 പറഞ്ഞല്ലോ. ഇന്നലെ മെയിനായിട്ട് പറഞ്ഞിരുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ ആയിരുന്നു. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സസ് കിട്ടാത്തതുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഫിയർ ഓഫ് ഫെയിലിയർ, ഫിയർ ഓഫ് നോട്ട് സക്സീഡിങ് ക്യാൻ ബി കോസ് സെൽഫ് ഡൗട്ട്, അല്ലേ? വിജയിക്കാതിരിക്കുമ്പോൾ വിജയിക്കാതെ പോകുമോ എന്നുള്ള ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ സെൽഫ് ഡൗട്ടിലേക്കും അവോയ്ഡൻസിലേക്ക്, നമ്മൾ ടാസ്കുകൾ ചെയ്യുന്നതിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? സൊല്യൂഷൻ. റീഫ്രെയിം ഫെയിലിയർ ആസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. പലപ്പോഴും നമ്മൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് കാണണം. നമ്മുടെ വാല്യൂ നമ്മൾ വർദ്ധിപ്പിക്കണം. എല്ലാ കാര്യങ്ങളും ഒരു ഫെയിലിയർ ആയിട്ട് കാണാതിരിക്കുക. വി ഷുഡ് സീ ഇറ്റ് ആസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് കാണുക. ആൻഡ് ഫോക്കസ് ഓൺ പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ. നമ്മൾ പെർഫെക്ഷനിലേക്ക് ചിന്തിക്കാതെ നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ചെറിയ വിൻ ആണെന്നുണ്ടെങ്കിൽ, ചെറിയ നേട്ടങ്ങളാണെങ്കിലും അതെന്ത് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ പറഞ്ഞിരുന്നത് എന്താണ്? പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ ആൻഡ് ചലഞ്ച് നെഗറ്റീവ് തോട്ട്സ് വിത്ത് പോസിറ്റീവ് അഫർമേഷൻസ്. നമ്മൾ പറഞ്ഞിട്ടില്ല. അതായത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫിയർ ഓഫ് ഫെയിലിയർ വരുന്നുണ്ടെങ്കിൽ നമ്മളോട് സെൽഫ് കമ്പാഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ചലഞ്ച് ദ നെഗറ്റീവ് തോട്ട്സ് വിത്ത് പോസിറ്റീവ് അഫർമേഷൻ. അതായത് നമുക്ക് പലപ്പോഴും ഫിയർ ഓഫ് ഫെയിലിയർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് നമ്മൾ പലപ്പോഴും ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുന്നതിനോ പിന്തിരിയുന്നതിനോ, ഇന്നലെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണ്? ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അതെന്ത് ചെയ്യില്ല, ചെയ്യാതെ നീട്ടി വെക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ ഇതായിരിക്കാൻ കാരണം. എത്ര പേർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്? പരാജയപ്പെടുമോ എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ അതിന്റെ പേരിൽ എന്ന് വെച്ചാൽ ഒന്ന് നീട്ടിവെക്കുക. പരാജയപ്പെടുമോ എന്നുള്ള ഭയം പോലും നീട്ടിവെക്കുക. എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള ചിന്ത കൊണ്ട് നീട്ടിവെക്കുക. അതായത് പരാജയപ്പെടുമോ എന്നുള്ള ഭയം തന്നെയാണ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുന്നത്. എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്നുള്ള തിങ്കിങ് വരുന്നത് എവിടെ നിന്നാണ്? പരാജയപ്പെടുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ്. എത്ര പേർക്ക് ഈ ഇഷ്യൂ ഉണ്ട്? ഞാൻ ഇന്നലെ ഒരാളെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ ഒരു പ്രോബ്ലം വളരെ ശക്തമായിട്ടുണ്ട്. ഓക്കെ, വളരെ ശക്തമായിട്ടെന്ന് വെച്ചാൽ, കാരണം ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് പരാജയപ്പെട്ട് ജീവിതത്തിൽ പല ചെറുപ്പം മുതലേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് വന്ന് അതിന്റെ പീക്കിലെത്തി. ഇപ്പോൾ ഇവിടെ അടുത്തെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സും പരാജയപ്പെട്ടു. അതേപോലെ തന്നെ കുറച്ച് ചാലഞ്ചസ് ഒക്കെ വന്നു അവരുടെ പേഴ്സണൽ ലൈഫിൽ. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? ഞാനൊരു പരാജയമാണ്, ഇനി എനിക്കൊന്നും വയ്യ, ഇനി എനിക്കൊന്നും പറ്റൂല, ഇനി എനിക്കൊന്നും സാധിക്കൂല എന്ന രീതിയിലുള്ള ഒരു തിങ്കിങ്. ക്ലിയർ ആണോ? ഈ തിങ്കിങ്ങും സംഗതികളും ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ശരിക്കും അയാളുടെ ജീവിതത്തിൽ അയാൾ എന്ത് ചെയ്യുന്നു? സ്റ്റക്കായി പോകും. ഇനി എനിക്കൊന്നും പറ്റില്ല, ഇനി എനിക്കൊന്നും നടക്കില്ല, കാരണം പേടിയാണ്. ഇത്രയും ചെയ്ത ഹിസ്റ്ററി വെച്ചിട്ട് നോക്കുമ്പോൾ, അല്ലേ, ഇതേപോലെ ഹിസ്റ്ററി നമുക്ക് പലർക്കും ഉണ്ട്. സ്വർണ്ണ നമ്മളിൽ പലർക്കും ഇതേപോലെ ഹിസ്റ്ററി ഉണ്ട്. നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുകയാണ്? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തിങ്കിങ്. എത്ര പേർക്കുണ്ട് ഇതേപോലെ സിമിലർ? അങ്ങനെയുള്ള തിങ്കിങ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു സെൽഫ് ബ്ലെയിമിംഗ് ആണ്, കുറ്റപ്പെടുത്തലാണ്, സ്വയം വെറുക്കലാണ്. അതൊരു കുറ്റബോധം, ഗിൽറ്റിൽ നിന്നാണ്. ഞാൻ ചെയ്യേണ്ട സമയത്ത് വൃത്തിക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ഇതിന്റെ പേരിൽ എന്ത് ചെയ്യും? ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാവും, പരാജയപ്പെടും എന്നുള്ളത്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. ഇറ്റ്സ് ഓക്കെ, സാരമില്ല, നമ്മൾ റെഡിയാക്കി എടുക്കും. പതുക്കെ റെഡിയായിട്ട് വരും. One by one, you will be back. You will do it. Slowly. നമ്മളോട് കൈൻഡ് ആയിരിക്കണം, കമ്പാഷനേറ്റ് ആയിരിക്കണം. അതായത് കരുണയുണ്ടാവണം. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ കരുണ. കൈൻഡ് ആയിരിക്കും, ദയുള്ളതായിരിക്കും. സെൽഫ് ആയിട്ടെന്ന് വെച്ചാൽ നമ്മളൊരു യു ഷുഡ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. ദയയോടുകൂടി പെരുമാറണം, കരുണയോടുകൂടി പെരുമാറണം, സോഫ്റ്റ് ആയിട്ട് പെരുമാറണം, കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. ആൻഡ് ദാറ്റ്സ് വാട്ട് യു ആർ ഡൂയിങ്. അപ്പൊ പേടിയുണ്ട്, സാരമില്ല എന്ന് പറയണം നമ്മളോട്. ദെൻ ചലഞ്ച് നെഗറ്റീവ് തോട്ട്സ് വിത്ത് പോസിറ്റീവ് അഫർമേഷൻസ്. നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിന് സാറില്ല, അത് റെഡി ആയിക്കോളും. നെഗറ്റീവ് ചിന്ത വരികയാണ്, നടക്കില്ല, നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിച്ച് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. ക്ലിയർ ആണോ?
സോ ഫിയർ ഓഫ് ഫെയിലിയർ വരുന്നു. നെക്സ്റ്റ് എന്താണ്? ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി എന്താണ്? ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഇപ്പൊ ഇതിൽ കഴിഞ്ഞല്ലേ 3 പോയിന്റുകൾ പറഞ്ഞു, ഫിയർ ഓഫ് ഫെയിലിയറും കൂടെ പറഞ്ഞു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി, തുടർച്ചയില്ലാത്ത പ്രശ്നം. ചില ആൾക്കാർക്ക് തുടർച്ചയില്ല, തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. തുടങ്ങാൻ പറ്റും, പിന്നെ കിട്ടുന്നില്ല. എത്ര പേർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് കമന്റ് ചെയ്തേ. കൺസിസ്റ്റൻസി ഇഷ്യൂ ഉള്ള ആൾക്കാർ സി എന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഓൺ സി. ജസ്റ്റ് കമന്റ് ഓൺ സി. സി എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ സി. ഓക്കെ, ഒരുപാട് പേർക്ക് ഇഷ്യൂ ഉണ്ട് അല്ലേ? തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റില്ല. എന്ത് നോക്കിയാലും എൻ്റെ ഹസ്ബൻഡ് നെഗറ്റീവ് പറയും, സിം. ഓക്കെ, സ്വാഭാവികമാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്. പല പ്രയാസത്തിലൂടെയും ബുദ്ധിമുട്ടുകളുടെയും അദ്ദേഹം കടന്നുപോയി അങ്ങനെ ആയതാണ്. ഓക്കെ, നമുക്കത് ഹീലിംഗ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്? സ്ട്രഗിളിംഗ് ടു മെയിൻറ്റെയിൻ എ റുട്ടീൻ ഓർ കമ്മിറ്റ്മെന്റ് ടു ദ ഗോൾ. ഇതാണ് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. എന്താണ്? നമുക്ക് റുട്ടീന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഗോളിലേക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നില്ല. റൊട്ടീനായിട്ട് കാര്യങ്ങൾ ഡെയിലി ചെയ്തു പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം മെഡിറ്റേഷൻ കറക്റ്റായിട്ട് ചെയ്തു പോവാം, ഗ്രാറ്റിറ്റ്യൂഡ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം, അതേപോലെ തന്നെ എക്സസൈസ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം. എല്ലാ ദിവസവും ചെയ്യേണ്ട ആചാരങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയാതെ വരും. ഒരു ദിവസം ചെയ്തു പോകേണ്ട കാര്യങ്ങൾ, ഒന്ന് പ്രാർത്ഥന കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ എന്താ വെച്ചാൽ രാവിലെ എണീറ്റിട്ട് മെഡിറ്റേഷൻ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, ക്ലാസ്സുകൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല, ഫിസിക്കൽ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നില്ല, അതേപോലെ തന്നെ തെറാപ്പീസ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, ഫോർഗീവ്നെസ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, സെൽഫ് ലവ് കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. വാട്ട് ഈസ് ഹാപ്പനിങ്? ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാത്തത് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എപ്പോഴും റുട്ടീൻ ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകും. ഈവൻ ഇഫ് ഇറ്റ് ഇസ് സ്റ്റാർട്ട് വിത്ത് 1 or 2. അപ്പം അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് അതെങ്ങനെ ചെയ്യാം? അതിനുള്ള സൊല്യൂഷൻ എന്താണ്? ക്രിയേറ്റ് എ ഡെയിലി ഓർ വീക്ക്ലി റുട്ടീൻ ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡെയിലി ഓർ വീക്ക്ലി റുട്ടീൻ ക്രിയേറ്റ് ചെയ്യണം. ഒരാഴ്ചയിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഒരു റുട്ടീനായിട്ട് ഇങ്ങനെ ചെയ്തു പോവുക. എത്ര മണിക്ക് എണീക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, സംഗതികൾ ചെയ്യുന്നു, അല്ലെ? എണീക്കുന്നു, കുളിക്കുന്നു, ഫ്രഷ് ആവുന്നു, ജോലിക്ക് പോകുന്നു, എണീക്കുന്നു, കുളിക്കുന്നു, ഫ്രഷ് ആവുന്നു, ജോലിക്ക് പോകുന്നു. യു ഡു ഇറ്റ് എവറി ഡേ. ക്രിയേറ്റ് എ ഡെയിലി ഓർ വീക്ക്ലി റുട്ടീൻ. അത് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മുടെ ലൈഫ് ഹാപ്പി ആക്കുന്ന കുറച്ച് റുട്ടീൻസ്. ചിട്ടയോടുകൂടി ജീവിക്കുക. എത്ര മണിക്ക് എണീക്കുക, മെഡിറ്റേഷൻ ചെയ്യാം. എത്ര മണിക്ക് എണീക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? മെഡിറ്റേഷൻ ചെയ്യാം. അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന നടത്തുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇങ്ങനെയുള്ള അടുപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഏറ്റവും നല്ല രീതിയിൽ റുട്ടീൻ ഉണ്ടാവാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്താ പറയുക? നിലവിലുള്ള റുട്ടീനുമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പുതിയ റുട്ടീൻ ചേർത്ത് വെക്കുക. നിങ്ങൾ 5 മണിക്ക് എണീക്കുന്നത് എല്ലാ ദിവസവും നടക്കുന്നുണ്ടെങ്കിൽ 5 മണിക്ക് എണീറ്റ ഉടനെ തന്നെ ഗ്യാപ്പ് എടുക്കാതിരിക്കുക. 5 മണിക്ക് എണീറ്റിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അടുത്ത കാര്യം ചെയ്യണം. കുളിക്കുക, നേരെ പോയിട്ട് എന്ത് ചെയ്യുക? വാഷ്റൂമിൽ പോയിട്ട് കുളിക്കണമെങ്കിൽ കുളിക്കുക. കുളിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നേരെ അടുത്ത കാര്യം ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാപ്പ് എടുക്കാതെ അടുത്ത കാര്യം ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത് ഗ്യാപ്പ് എടുക്കാതെ അടുത്ത കാര്യം ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത ഗ്യാപ്പ് എടുക്കാതെ അടുത്ത കാര്യം ചെയ്യുക. ഈ ഗ്യാപ്പ് എടുക്കുന്നതിന് കുഴപ്പമില്ല, നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സമയം ചെലവഴിക്കുന്നത് അതൊരു പ്രാക്ടീസാണ്. അത് ചുമ്മാ വെറുതെ ഇരിക്കലല്ല. ആ സമയത്ത് ഫോൺ ഉപയോഗിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അത് അടുപ്പിച്ച് ചെയ്യുക. ഒന്നിനോടൊന്ന് ചേർത്ത് വെക്കുക. അപ്പോൾ എന്തുണ്ടാകും? ഈ ഗ്യാപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകും. അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ ചെയ്തു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മോർണിംഗിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ബിൽഡ് ദിസ് ആസ് എ ഹാബിറ്റ്. എങ്ങനെ ഹാബിറ്റാക്കി മാറ്റുന്നത്? 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി, അത് ഹാബിറ്റായി മാറിക്കൊള്ളും. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തോളൂ, ഹാബിറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതെന്ത് ചെയ്യുക? നിങ്ങൾ ഒന്നിനോടൊന്ന് ചേർത്ത് വെക്കുക. ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഭയമുണ്ടെന്ന് പറയും റഹീം. വിഷമിക്കേണ്ട, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നോളൂ. സോഷ്യൽ ഫോബിയാണതെന്ന് പറയുന്നുണ്ട് അല്ലേ? അതായത് ഇഷ്യൂ ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. സോഷ്യൽ ഫോബിയയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, ആ ഇഷ്യൂസ്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ തന്നെ നവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്. ഓൾറെഡി നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടോ? ആൾ ഇവിടെ ഉണ്ടോ? നവാസ് ഇവിടെ ഉണ്ടോ? നമ്മുടെ പ്രോഗ്രാമിൽ
ഉള്ള ആളാണ്. നവാസ് ഇതേപോലെ ഇഷ്യൂ ഉള്ള ആളായിരുന്നു. തെറാപ്പി ചെയ്തു, ഹീൽ ചെയ്തു. ആൾക്ക് ഒരു സൂം മീറ്റിംഗിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പോലും പേടിയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ആളാണ്. ആൾക്കാരെന്ത് വിചാരിക്കും? ആൾ കംപ്ലീറ്റ്ലി പിന്നെ സംസാരിച്ചു. അപ്പൊ അത് വറീഡ് ആവണ്ട. എനിവേ, വട്ട് എവർ ദ ഇഷ്യൂസ് നിങ്ങളിവിടെ കമന്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുപോകാം. ലാക്ക് ഓഫ് കൺസിസ്റ്റൻസിയിൽ അടുത്ത എന്തുവാണ്? ക്രിയേറ്റ് എ ഡെയിലി വീക്ക്ലി റുട്ടീൻ. ഈ ഡെയിലി വീക്ക്ലി റുട്ടീൻ എങ്ങനെ ഉണ്ടാക്കേണ്ടത് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രഭാതം എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും എന്നുള്ള എഴുതുക. വർക്കിന്റെ സമയത്ത് എന്തൊക്കെ ചെയ്യുമെന്ന് എഴുതുക. ഈവനിങ്ങിൽ എന്തൊക്കെ ചെയ്യുമെന്ന് എഴുതുക. പിന്നെ എത്ര മണിക്ക് ഉറങ്ങും എന്നുള്ളത്. ആ 10 മണിയാകുമ്പോഴേക്കും ഉറങ്ങും എന്നുള്ളത് ചിന്ത കൊടുക്കുക, ചിന്തയിലേക്ക് വരും. സമയത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കും. സോഷ്യൽ മീഡിയ നിങ്ങൾ വലിയ പ്രശ്നമാണ്. നിങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും കൊണ്ട് നടക്കുന്നത്. സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആപ്പുകളുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. ആൻഡ് യൂസ് ഹാബിറ്റ് ട്രാക്കേഴ്സ് ഓർ ആപ്സ് ടു മോണിറ്റർ പ്രോഗ്രസ്, സ്റ്റേ കൺസിസ്റ്റന്റ്. ചില ഹാബിറ്റ് ട്രാക്കിംഗ് ആപ്പുകളുണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിലിരുന്നിട്ട് റഫായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അതിൽ എഴുതി വയ്ക്കുക നിങ്ങളുടെ ഓരോ കാര്യങ്ങളും. സെറ്റ് സ്മോൾ ആൻഡ് അച്ചീവബിൾ മൈൽ സ്റ്റോൺസ് ടു സ്റ്റേ മോട്ടിവേറ്റഡ് ഓൺ ട്രാക്ക്. ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് തുടങ്ങുക. എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, രാവിലെ എണീറ്റിട്ട് എനിക്ക് എന്താ വെച്ചാൽ എന്തൊക്കെ ചെയ്യാനുണ്ട്, അങ്ങനെ ചെയ്യരുത്. ഞാനൊരു ഒരു ഒരു റുട്ടീൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ക്രിയേറ്റ് ചെയ്യാം, ഒന്ന് എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. വാട്ട് ആർ ദ റുട്ടീൻസ് ദാറ്റ് വിൽ ഹെൽപ്പ് മീ ടു ക്രിയേറ്റ് എ ബെറ്റർ ഫ്യൂച്ചർ. ഒരു ബെറ്റർ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന റുട്ടീൻ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ബെറ്റർ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്ത് തരാൻ സാധ്യതയുള്ള റുട്ടീൻസ് എന്തൊക്കെയാണ്? ഒന്ന് ജസ്റ്റ് എഴുതുക. എന്തൊക്കെയായിരിക്കും നിങ്ങൾ എഴുതുന്നത്? ഓക്കെ. What are the routines that will create a better habit for you? ഒരു നോട്ട്ബുക്കും പേനയും എടുത്തോളൂ, എന്നിട്ട് എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. എന്തൊക്കെയായിരിക്കും? ഒന്ന്, പ്രയർ വേണമെങ്കിൽ എഴുതാം. എണീറ്റ ഉടനെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. എണീറ്റ ഉടനെ തന്നെ കുളിച്ച് ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ അത് എഴുതാം. ഓക്കെ, സ്റ്റാർട്ട് യുവർ ഡേ ബൈ ബീങ് ഫ്രഷ്. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഓക്കെ, ഫ്രഷൻ അപ്പ് എന്നുള്ളത് എഴുതിയിട്ട് എണീറ്റ ഉടനെ തന്നെ ആദ്യം വേക്കപ്പ് അറ്റ് എത്ര മണിക്കാണ്? 5 AM ഓർ 5:30 AM ഓർ 4:30 AM, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്യാം, മിനിമം 7 മണിക്കൂർ ഉറങ്ങുക. കേട്ടോ, അത് ഉറപ്പ് വരുത്തണം. അപ്പോൾ നേരത്തെ എണീക്കുക എന്നുള്ളതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 7 മണിക്കൂർ ഉറക്കം എന്നുള്ളത്. വേക്കപ്പ് അറ്റ് 5 AM, ദെൻ ഫ്രഷൻ അപ്പ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് കുളിച്ച് ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങളുടെ റൊട്ടീനിൽ എന്താ വരുന്നത്, ഇമ്മീഡിയറ്റ്ലി അടുത്തത് പ്രയർ ആണെങ്കിൽ അത്. അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മെഡിറ്റേഷൻ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള ഓൺ തെറാപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ തെറാപ്പി. അതിൽ തെറാപ്പി ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തെറാപ്പി എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രോബ്ലം ഹീലിംഗ്, അല്ലേ, ഹീലിംഗ് പഠിച്ച ആൾക്കാർക്ക് ഹീലിംഗ് EFT തെറാപ്പി എന്ന് കൊടുക്കാം. EFT തെറാപ്പി. അടുത്തത് എന്ത് എഴുതാം, അതിൻ്റെ കൂടെ തന്നെ ഒരു, അതായത് പ്രോബ്ലം ഹീൽ ചെയ്യുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഫോർഗിവ്നെസ് തെറാപ്പി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഫോർഗിവ്നെസ് തെറാപ്പി, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ പറഞ്ഞു അല്ലേ. മോർണിംഗിൽ ക്ലാസ് വേണമെങ്കിൽ കേൾക്കാം, മോർണിംഗ് ക്ലാസ്, നമ്മുടെ ഈ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡെയിലി പ്ലാനിങ്, അതായത് ടു ഡു ലിസ്റ്റ്, അച്ചീവ്മെന്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇന്നത്തെ അച്ചീവ്മെന്റ് എന്താണ്, അതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കാം, അച്ചീവ്മെന്റ് ലിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഫിസിക്കൽ എക്സസൈസ്. അത് കഴിഞ്ഞിട്ട് റീഡിങ്. അത് കഴിഞ്ഞിട്ട് ഫാമിലി ടൈം. എത്ര കാര്യം ചെയ്തു, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. എങ്ങനെയുണ്ട്? മോർണിംഗിൽ തന്നെ എത്രയും കാര്യങ്ങൾ ചെയ്തു തരേണ്ട അവസ്ഥ എന്തായിരിക്കും?
നിങ്ങൾക്ക് ഓൾറെഡി ദിവസം തുടങ്ങുന്നതിന് മുൻപ് ഭയങ്കര അച്ചീവ്മെന്റ് ഫീൽ ചെയ്യും, മിസ് ഓർണം. പക്ഷെ ഇതെല്ലാം ചെയ്യരുത് ഒറ്റയടിക്ക്. തീരെ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് ചെയ്യുക, ഒരു വേക്കപ്പ്, ഫ്രഷൻ അപ്പ് 2 കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 2 ആഡ് ചെയ്യുക. പ്രെയർ, മെഡിറ്റേഷൻ, തെറാപ്പി ഒരു 3 ആഡ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? തുടക്കത്തിൽ. എന്നിട്ട് പിന്നെ അത് കൂട്ടിക്കൊണ്ടുവരിക. പിന്നെ ഫോർഗിവ്നെസ് തെറാപ്പി ആഡ് ചെയ്യുക. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആഡ് ചെയ്യുക. മോർണിംഗ് ക്ലാസ് എന്തായാലും നിങ്ങൾ പങ്കെടുക്കുന്നതാണ്. പിന്നെ ഡെയിലി പ്ലാനിങ്. ഇങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് അത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും അത്യാവശ്യമുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഏതാണോ അത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ 3 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അത് എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ 2 കൂടെ ആഡ് ചെയ്യും. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം 2 കൂടെ ആഡ് ചെയ്യും. ഇതെല്ലാം കൂടെ ഒരു ദിവസം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കൂ. ഇത് അതിന് മാത്രം കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഈ റീഡിംഗ് ഒക്കെ വേണമെങ്കിൽ ലാസ്റ്റ്ക്ക് ആഡ് ചെയ്താൽ മതി. ഫാമിലി ടൈം എന്തായാലും നമുക്ക് ആവശ്യമുള്ളതാണ്. ചിലതൊന്നും നമുക്കൊരു ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യില്ല എന്നുള്ളത്. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഇല്ല, ഫാമിലി ടൈം ഒരു ടാസ്ക് അല്ല. കുളിച്ച് ഫ്രഷ് ആവുന്നത് ഒരു ടാസ്ക് അല്ല. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ചില ശീലങ്ങളാണ്. പ്രാർത്ഥന ഒരു ടാസ്ക് അല്ല, ഡെയിലി ചെയ്ത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്, യെസ്, പറഞ്ഞോളൂ. എന്റെ ആദ്യത്തെ ഭർത്താവ് ഷാഫിനോട് എനിക്ക് ഭയങ്കര ദേഷ്യാണ്. അതിപ്പോഴും മാറുന്നില്ല. ഓക്കെ, അത് നമുക്ക് ഫോർഗിവ്നെസ് തെറാപ്പി ചെയ്യണം കേട്ടോ. പ്രോഗ്രാമിലേക്ക് വന്നിട്ടേ നമുക്കത് ഫോർഗിവ്നെസ് തെറാപ്പി ചെയ്തിട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ദേഷ്യാണ്. അതാണ് ദേഷ്യം മാറാത്തെന്ന് മനസ്സിലായി. വെരി ഗുഡ്. ഓക്കെ, ദേഷ്യം മാറാത്തത് മനസ്സിലായി. അത് നമുക്ക് ടാപ്പിംഗ് പഠിച്ചിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ടല്ലോ കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഡേ നിങ്ങൾ സ്റ്റാർട്ടിങ് മാത്രമേ ആയിട്ടുള്ളൂ. ദിസ് ഇസ് കോൾഡ് പ്രിപ്പറേഷൻ. നിങ്ങളുടെ പ്രിപ്പറേഷൻ മാത്രമേ ആയിട്ടുള്ളത്. ഇതിനു മുമ്പ് വേറെ സാധനം കൂടി ഉണ്ട്. എന്താണ്, ഓർമ്മയുണ്ടോ? പ്രിപ്പറേഷൻ. അത് കഴിഞ്ഞിട്ട് എന്താണ്, റൊട്ടീൻ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് പ്രിപ്പറേഷൻ പാർട്ടാണ്. അതിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? യെസ് ഓർ നോ? യെസ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രിപ്പറേഷൻ ഒരു ദിവസത്തിന് വേണ്ടി തുടങ്ങുകയാണ്. അടുത്ത എന്താണ്? വാർ എന്ന് പറഞ്ഞ യുദ്ധമാണ്. യുദ്ധം എന്തിനാണ്? നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ഡെയിലി അച്ചീവ്മെന്റ് ലിസ്റ്റ് എഴുതിയില്ലേ, അന്നത്തെ ഗോള്, അതെന്തൊക്കെയാണോ ടാസ്ക് ഉള്ളത്, ആ കാര്യങ്ങൾ എന്താണോ ഉള്ളത് അത് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നത്. ഇവിടെ ജോലിക്ക് പോയിട്ട് അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അവിടെയും ഒരു റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യാം. എത്ര മണിക്ക് നിങ്ങൾ ജോലിക്ക് കയറും, അതേപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യില്ല എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് വെക്കുക. എന്ത് ചെയ്യും എന്നുള്ളതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യില്ല എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. ഏർലി മോർണിംഗിലും എന്തൊക്കെ ചെയ്യില്ല, ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. 1, സോഷ്യൽ മീഡിയ ഉപയോഗം, ഫോൺ ഉപയോഗിക്കരുത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്, മെസ്സേജുകൾ ചെക്ക് ചെയ്യാൻ നോക്കരുത്. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യൂ എന്ന് തീരുമാനിക്കുക. മനസ്സിലായോ? നമുക്കൊരു ത്വര വല്ലാണ്ടുണ്ടോ? നമ്മൾ അത്തരത്തിലുള്ള ഫോണിലേക്കും സംഗതിയിലേക്കും പോകുമ്പോഴാണ് ഇതൊക്കെ മീഡിയയാണ്. ഫോൺ എന്ന് പറയുന്നത് മീഡിയയാണ്. മീഡിയയിലേക്ക് നിങ്ങൾ നോക്കാനേ പാടില്ല. ഡോണ്ട് യൂസ് മീഡിയ. അത് ഫോൺ അടക്കം. ടൈം ചെക്ക് ചെയ്യാൻ നോക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതല്ല നിങ്ങൾ അധികം ആൾക്കാരും ചെയ്യാം. പിന്നെ അതിൽ നിന്ന് അടുത്തേക്ക് പോകും. സോ ഡോണ്ട് യൂസ് ദാറ്റ്. ക്ലിയർ ആണോ? ഹലോ? അപ്പോ ഇത് നിങ്ങൾ എന്ന് വെച്ചാൽ റുട്ടീൻ ഉണ്ടാക്കുക. റുട്ടീൻ എന്ത് ചെയ്യണം? കീപ്പ് ഓൺ. സ്റ്റാർട്ട് സ്മോൾ എമൗണ്ട്. ചെറുതായിട്ട് 1 2 ഈ പറഞ്ഞ പോലെ 2 3 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അതിങ്ങനെ സ്ഥിരവാക്യപ്പെടുത്തിയതിനു ശേഷം ഓരോന്ന് ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് എണ്ണം ചെയ്യാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. കാലത്ത് 5 മണിക്ക് വേണ്ടി എന്ത് ചെയ്യാനാ എന്ന് ചിന്തിച്ചിരുന്നിടത്തുനിന്ന് ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? തെറാപ്പി പഠിച്ചിട്ടുള്ള EFT കോഴ്സ് പഠിച്ച ആൾക്കാർക്ക് ഇതിൽ 3 ഫോർഗിവ്നെസ് തെറാപ്പി, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, അതേപോലെ തന്നെ ഹീലിംഗ് തെറാപ്പി. ഇത് 3 ശരിക്കും ചെയ്യാൻ കഴിയുക ആർക്കാണ്? ഇവരെ കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാകും. ഈവൻ മെഡിറ്റേഷൻ നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അല്ലേ? ആ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ല ഹെൽപ്ഫുൾ അല്ലേ? സ്വർണം. അപ്പൊ നമുക്ക് അതൊന്ന് ടിക്ക് ചെയ്യാം. ഒന്ന് നമുക്ക് ഹാബിറ്റായി മാറിയിട്ടുണ്ട് മെഡിറ്റേഷൻ. വേറെ പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥന മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്തോളൂ. സോ യു ആർ അച്ചീവിംഗ് ദാറ്റ് ആസ് വെൽ. പിന്നെ EFT തെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ? തെറാപ്പിയിൽ പങ്കെടുക്കുന്നുണ്ടാവും, തെറാപ്പി ചെയ്യുന്നുണ്ടാവും. സോ യു ആർ ഓൾസോ ഡൂയിങ് ദ തെറാപ്പി ആസ് വെൽ. സർ, അതെ, ഈ സെൽഫ് ലവും ഗ്രാറ്റിറ്റ്യൂഡും അതേപോലെ അഫർമേഷൻസുകളൊക്കെ നമുക്ക് മിറർ പ്രാക്ടീസിൽ കൊടുക്കൂടെ? പ്രാക്ടീസിൽ
മിറർ പ്രാക്ടീസിൽ കൊടുത്തൂടെ എനിക്ക്? മിറർ പ്രാക്ടീസ് എന്ന് പറയുന്ന അതുകൂടെ എഴുതി വെച്ചോളൂ. മിറർ പ്രാക്ടീസ്. ഓക്കെ, മിറർ പ്രാക്ടീസ് സെൽഫ് ലവിനുള്ളതാണ്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് വേറെ തന്നെ എഴുതാം കേട്ടോ. ഫോർഗീവ്നെസ്സും സെൽഫ് ലവും മിറർ പ്രാക്ടീസിൽ നമുക്ക് ചെയ്തൂടെ? അതിൽ ചെയ്യാം, പക്ഷെ അതല്ലാതെ തന്നെ സെപ്പറേറ്റും കൂടെ ചെയ്യുന്നത് നല്ലത് കേട്ടോ. നല്ലതല്ലേ? ഫോർഗീവ്നെസ് തെറാപ്പി ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ ഓക്കെ, മിറർ പ്രാക്ടീസും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വേറെ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? വേറെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് നന്നായിട്ട് എന്താ വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വാറ് പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരു 6 o'clock വരെ, 9 o'clock മുതൽ 6 o'clock വരെ വാറാണ്. 9 മണി മുതൽ 6 മണി വരെ, വൈകിട്ട് 6 മണി വരെ യുദ്ധം. നിങ്ങൾ യുദ്ധം ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ജോലി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുക, ടാസ്കുകൾ അച്ചീവ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം സെലിബ്രേഷൻ ആണ്. സെലിബ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ വാർ വിൻ ചെയ്ത് കഴിഞ്ഞാൽ, യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യും. നിങ്ങളുടെ ഫാമിലിയുടെ സെലിബ്രേഷൻ എങ്ങനെയാണ്? ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? നിങ്ങൾക്ക് സെലിബ്രേഷൻ ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പിയാണ്, ഉഷാറാണ്, നല്ലത്. അത് കഴിഞ്ഞിട്ട് 10 മണിക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ അടുത്ത റെസ്റ്റ്. 10 മണി വരെ സെലിബ്രേഷൻ. 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? റെസ്റ്റ് ചെയ്യാം. യു റെസ്റ്റ് ആൻഡ് ദെൻ വീണ്ടും എന്ത് ചെയ്യാം? എത്ര മണി വരെ? 10 മണിക്ക് ഉറങ്ങിയിട്ട് 5 മണി വരെ ഉറങ്ങും. അപ്പൊ 7 മണിക്കൂർ റെസ്റ്റ്. ഈ ഒരു സംഗതിയിൽ റൊട്ടീൻ വീണ്ടും കൊണ്ടുവരാം. രാത്രി സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അവിടെ റൊട്ടീൻ കൊണ്ടുവരാം. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഡിന്നർ കോൺഫറൻസ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. രണ്ടാമത്തത്, നെഗറ്റിവിറ്റി സംസാരിക്കാതിരിക്കുക. വീട്ടിൽ നെഗറ്റീവായിട്ട് കുറ്റങ്ങൾ കണ്ടെത്തി സംസാരിക്കുന്ന സ്വഭാവം നിർത്താം. ഭർത്താവിന്റെ കുറ്റം കണ്ടെത്തുക, ഭാര്യയുടെ കുറ്റം കണ്ടെത്തുക, സ്വയം കംപ്ലൈന്റ് പറയുന്ന സ്വഭാവം, ഇത്തരത്തിലുള്ള സംഗതികൾ, നെഗറ്റീവ് ടോക്ക് വീട്ടിൽ ഒഴിവാക്കുക. നെഗറ്റീവ് ടോക്ക് ചെയ്യരുത്. അതേപോലെ തന്നെ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം. റെസ്പെക്ട് ഈച്ച് അതർ. അത് മക്കളാണെന്നുണ്ടെങ്കിലും ശരി, ചെറുത് വലുതൊന്നും കണക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും റെസ്പെക്ട് ചെയ്യണം. ഒരാളെയും മോശമായിട്ട് സംസാരിക്കുന്ന, ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന, ട്രോമ നൽകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നോ നെഗറ്റീവ് ടോക്ക്, നോ ബുള്ളിങ്. തമാശയ്ക്ക് പോലും. അപ്പോ അങ്ങനെ അങ്ങനെ മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ നല്ല രീതിയിലേക്ക് ചെയ്തിട്ട് പോവാം. ഈ ഒരു പ്ലാൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിന്നർ കോൺഫറൻസ് എന്തിനാ? കുട്ടികളായിട്ട് മക്കളായിട്ടൊക്കെ കണക്റ്റഡ് ആവാനും, അല്ലെങ്കിൽ പിന്നെ അതേപോലെ പ്ലേ വിത്ത് ദം. അടുത്തത് വേണമെങ്കിൽ റുട്ടീൻ കൊണ്ടുവരാം. കുട്ടികളുടെ കൂടെ, മക്കളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ കൂടെ ടൈം പ്ലേ വിത്ത്. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി പിന്നെ വേറെ ഫോണിൽ കളിക്കാൻ സമയമുണ്ടോ? പിന്നെ ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരാൾക്ക് ഫോണിൽ കളിക്കാൻ സമയമുണ്ടോ? നോ. ഫോണിൽ കളിക്കാൻ സമയമുള്ള ആൾക്ക് ഇതൊക്കെ ചെയ്യാൻ സമയമുണ്ടോ? ഇല്ല. സിമ്പിൾ. അപ്പൊ എന്താ വേണ്ടത്? ഹു ഇസ് ദ വില്ലൻ? ആരവിടുത്തെ വില്ലൻ? മൊബൈലാണ് വില്ലൻ. റിമൂവ് ഇറ്റ് ഫ്രം യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് മാറാൻ പറ്റും. സോ ഗെറ്റ് എ ക്ലാരിറ്റി, ഗെറ്റ് എ റുട്ടീൻ. റൂട്ടീന് ബിൽഡ് ചെയ്യുക, റൂട്ടീൻ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ആൻഡ് ദാറ്റ്സ് വിൽ ഹെൽപ്പ് യു ടു ഇതിങ്ങനെ എല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ നിൽക്കരുത്. കുറേശ്ശെ കൊണ്ടുവന്നാൽ മതി കേട്ടോ. കുറേശ്ശെ നിങ്ങൾ ഫോൺ ഒഴിവാക്കിയാൽ തന്നെ ഇതെല്ലാം ഒറ്റയടിക്ക് പതിയെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഫോൺ ഒഴിവാക്കുക അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈഫ് ബോറടിക്കുന്ന പോലെ തോന്നും. ഒരു രസമില്ല, ഒരു ബോറടിക്കുന്ന പോലെ തോന്നും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എന്താണ് സംഭവം? നിങ്ങൾക്ക് ട്രോമ സംഭവിച്ചതുകൊണ്ട് കുറെ കാലങ്ങളായിട്ട് ഡ്രാമ ഇഷ്ടമാണ്. ട്രോമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ട്രോമാറ്റിക് പീപ്പിൾ ലവ് ഡ്രാമാറ്റിക് ലൈഫ്. മനസ്സിലുണ്ടോ? ഒരു ഡ്രാമാറ്റിക് ലൈഫ് അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്ക് ഡ്രാമ ഇഷ്ടമായിരിക്കും. ഡ്രാമ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വേണം, എങ്കിലേ ഒരു രസമുള്ളൂ. സോഷ്യൽ മീഡിയ രസങ്ങളും സംഗതികളൊക്കെ വേണമെങ്കിലേ ഒരു രസമുള്ളൂ. അതല്ലെങ്കിൽ
വേറെ എന്തെങ്കിലും സംഗതികൾ വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവർ ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകണം, അങ്ങനെ ഡ്രാമ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡ്രാമ ഇല്ലാത്ത ലൈഫാണ് പീസ്ഫുൾ ലൈഫ്. പീസ്ഫുൾ ലൈഫ് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ശീലം ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ശീലം ഉണ്ടായിരുന്നത് പ്രോബ്ലം ഉള്ള ഒരു മിനിറ്റ്. ലൈഫായിരുന്നു, ട്രോമയുള്ള ലൈഫായിരുന്നു. എങ്ങനെ? സ്കൂളില് മൊബൈൽ യൂസ് ചെയ്തിട്ടുള്ള ജോലിയാണ്. അത് കുഴപ്പമില്ല, നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്തോളൂ, ജോലിക്ക് നിങ്ങൾ ഉപയോഗിച്ചോളൂ, അതല്ലല്ലോ ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കേട്ടോ, പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഓവറായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്, വർക്കിന്റെ കാര്യത്തിലല്ല. ഓക്കെ, സോ എനിവേ, അപ്പൊ പറഞ്ഞു വന്നത് എന്താണ്? നിങ്ങൾ എന്ന് വെച്ചാൽ ഡ്രാമാറ്റിക് ലൈഫ് ആയിരിക്കും നമ്മൾ നോർമലൈസ്. അപ്പൊ അത് ശീലമില്ലാതെ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ശീലം ഉണ്ടാവില്ല. ഡ്രമാറ്റിക് ലൈഫ് നമുക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? ഇഷ്ടമായിരിക്കും. നമ്മുടെ ബോഡിക്ക് അത് ഇഷ്ടമാണ്, അത് ഭയങ്കര ഹോർമോൺസ് നൽകുന്നുണ്ട്, ഭയങ്കര എക്സൈറ്റ്മെന്റ് നൽകുന്നുണ്ട്, അങ്ങനെയൊക്കെ തോന്നും. അപ്പൊ അതില്ലെങ്കിൽ നമുക്കൊരു ഒരു 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 അപ്പൊ നമ്മൾ അതിനായിട്ട് അറിയാതെ നമ്മൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും, പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അസ്വസ്ഥരാകുന്നുണ്ട്, വെറുതെ പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ട്, നിങ്ങൾ നിരീക്ഷിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനിപ്പോ എന്തിനാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കി? ബിക്കോസ് യുവർ ബോഡി വാണ്ട്സ് ലോട്ട് ഓഫ് ഡ്രാമ, പ്രോബ്ലംസ്. ഇത് ശീലിച്ചു പോയത് കൊണ്ടാണ്. അപ്പൊ അതെന്ത് ചെയ്യണം? ഇനി ഇറ്റ്സ് ഓക്കെ ടു ബി ബോറിംഗ്. ബോറിംഗ് ആയിട്ടുള്ള സംഗതിയാണെങ്കിലും പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ബോറിംഗ് ഈസ് ബ്യൂട്ടിഫുൾ, ബോറിംഗ് ഈസ് ഓക്കെ, ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ഫൈൻ. അതിനെ എംബ്രേസ് ചെയ്യണം. പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫിനെ എംബ്രേസ് ചെയ്ത് കൊടുക്കണം. ന്യൂ ചേഞ്ച് ആണ്. ഇപ്പൊ ലൈഫ് ഒരു രസം ഉണ്ടാവില്ല എന്ന് പറയും. ഇതൊന്നും ഇല്ലെങ്കിൽ ലൈഫ് രസമില്ല, പൊതുവെ പറയുന്ന ഡയലോഗ് അല്ലേ? കുറച്ച് വഴക്കൊന്നും ഇല്ലെങ്കിൽ രസമില്ല, കേട്ടിട്ടുണ്ടോ? എന്തിന്? മനസ്സിലാവുന്നുണ്ട്? കുറച്ച് വഴക്കൊന്നും ഇല്ലെങ്കിൽ രസമില്ല, ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ രസമില്ല, അതില്ലെങ്കിൽ രസമില്ല. അപ്പൊ ആ ഒരു ഡയലോഗ് തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? അതിനോടൊക്കെ അഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിനോടൊക്കെ ബോഡി. അപ്പൊ അതല്ലാത്തതൊക്കെ ബോറിംഗ് ആണ്, മോശമാണെന്നുള്ള ലൈഫല്ല. പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നയിക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുക, അതിൽ നല്ല പോസിറ്റീവായ സന്തോഷങ്ങൾ കണ്ടെത്തുക, അതിലേക്ക് എക്സൈറ്റ്മെന്റ് കൊണ്ടുവരിക, പോസിറ്റീവായ കാര്യങ്ങളിലൂടെ. ഓക്കെ, സോ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? നെക്സ്റ്റ് പറയുന്നത്, 1 മിനിറ്റ്. ഓക്കെ, ഓവർവെൽമെന്റ് സ്ട്രെസ്. നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് ഗോളുകൾ നമ്മൾ എഴുതി വെച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഭയങ്കര ഓവർവെൽമഡ് ആവും, ഇത്രയും ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ചിന്ത. ഓക്കെ, അതായത് ലാർജ് ആൻഡ് കോംപ്ലക്സ് ഗോൾസ്, വലിയ കുറേ ഗോളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഓവർവെൽമഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യണല്ലോ. ചിലപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ കുറെ ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്യണം? ഫ്രഷനപ്പ് ആവണം, അത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ പ്രെയർ ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം മെഡിറ്റേഷൻ ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഫോർഗിവ്നെസ് തെറാപ്പി ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന സെൽഫ് ലവ് പ്രാക്ടീസ് ഉണ്ട്, അതിനുശേഷം മെഡിറ്റേഷൻ പ്രാക്ടീസ് ഉണ്ട്, അതേപോലെ തന്നെ മിറർ പ്രാക്ടീസ് ഉണ്ട്. ഇതെല്ലാം കൂടെ അങ്ങ് ചിന്തിക്കുമ്പോൾ ഒരുപാട് ചെയ്തുമ്പോഴേ എന്തോ ആയിപ്പോയി, സ്ട്രെസ് വരും. അപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. എത്ര പേർക്ക് അനുഭവമുണ്ട്? ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്താ വെച്ചാൽ അത് കമന്റ് ചെയ്യാം കേട്ടോ, ജസ്റ്റ് കമന്റ്. ഓക്കെ, ഇതേ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യണം? നമുക്ക് കൺസിസ്റ്റൻസിയും ഈ കംഫർട്ട് സോണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് കംഫർട്ട് സോണിൽ നമ്മളിങ്ങനെ നിൽക്കുന്നതും കൺസിസ്റ്റൻസി ഇല്ലാതെ പോകുന്നതും തമ്മിൽ. ഇതാരാണ് ചോദിച്ചത്? എന്റെ പേര് ആസിയ. ഓക്കെ, ചോദ്യം കൺസിസ്റ്റൻസിയും കംഫർട്ട് സോണും തമ്മിൽ ബന്ധമുണ്ടെന്ന് അല്ലേ? ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മൾ ഒളിച്ചോടുന്ന സ്ഥലമാണ്. നമ്മുടെ ശരീരത്തിന് പരിചയമുള്ള സംഗതികളാണ് കംഫർട്ട് സോൺ. നമുക്ക് ഏറ്റവും നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നത് എവിടെയാണ്? നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ റൂമിലാണ്. ശരിയാണോ? നമ്മളെല്ലാവരും നമ്മുടെ റൂമിൽ, നമ്മുടെ ബെഡ്റൂമിലാണ് ഏറ്റവും കംഫർട്ടബിൾ. കാരണം എന്താ? ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച സ്ഥലം അവിടെയാണ്, ഏറ്റവും പരിചയമുള്ള സ്ഥലത്താണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ആരുടെ കൂടെയാണ്? നിങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെയോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന പരിചയപ്പെടുന്ന ആൾക്കാരുടെ കൂടെ ആയിരിക്കും ചിലപ്പോൾ. ഐ മീൻ, അവർ കംഫർട്ട് തരുന്നുണ്ടെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ കംഫർട്ട് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളെ സേഫാക്കി നിർത്തുന്ന സ്ഥലം, സേഫാക്കി നിർത്തുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്നുള്ളതാണ്. അത് പലപ്പോഴും നല്ല സ്ഥലമാവണമെന്നില്ല. നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്യുന്ന, സേഫ്റ്റി ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങൾ പലപ്പോഴും നല്ലതാണെന്നില്ല. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, കംഫർട്ട് സോണിന്റെ പ്രത്യേകത നമ്മുടെ സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ സഹായിക്കുന്ന സ്ഥലമാണ്.
പെട്ടെന്നൊരു സുഖം കിട്ടുന്നത്. ഈ ബെഡ്റൂമിന്റെ പ്രത്യേകത എന്താ? അവിടെ ബെഡ് ഉണ്ട്. എന്ത് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ കിടന്നു കഴിഞ്ഞാൽ തന്നെ അല്ലേ, ഓ എനിക്ക് തീരെ വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? കിടക്കുകയാണ് ചെയ്യും. നമുക്ക് കിടക്കാൻ ഒരു ബെഡ് കിട്ടിയാണ് ഏറ്റവും കംഫർട്ടബിൾ. അതാണ്, ഒന്നും ചെയ്യാതെ കിടക്കുക, അല്ലെങ്കിൽ ഒന്നും ഞാൻ ചെയ്യാതെ ചോദിച്ചതിന്റെ ഒരു ഇത് ഞാനിങ്ങനെ നിരീക്ഷിച്ചപ്പോ എനിക്ക് മനസ്സിലായതാണ് എന്താണെന്നറിയോ. പക്ഷെ അതിൽ നിന്ന് എനിക്ക് പുറത്തെടുക്കാനും കഴിയുന്നില്ല. നമുക്കിപ്പോ ഒരു എന്താ പറയാ മന്ത്ലി ഇത്ര വേണം എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ മന്തിന്റെ ഫസ്റ്റ് തന്നെ എനിക്കത് കിട്ടിയതാണെങ്കിൽ ഞാൻ എങ്ങാതിരിക്കും. ദാറ്റ് ഈസ് അനദർ തിങ്. അതാണ് ഞാൻ പറയുന്നത്. നമുക്കെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഒരു പ്രോ ആക്റ്റീവ് അല്ല, നിങ്ങൾ റിയാക്റ്റീവ് ആണ്. നിങ്ങൾ ശീലിച്ചു പോയ കംഫർട്ട് സോൺ അതാണ്. നിങ്ങളുടെ കംഫർട്ട് സോൺ റിയാക്റ്റീവ് ആണ്. അതാണ് നിങ്ങളുടെ കംഫർട്ട് സോൺ. അതെ, എനിക്കത് ഓരോ അത്ര ഒരു മന്ത്ലി കാര്യത്തിലുണ്ടാവും. ഇത്ര അതായത് വേണം. ഇപ്പൊ വീടിന്റെ കാര്യം പറഞ്ഞതുപോലെ, ഞാനൊരു എക്സാമ്പിൾ ആണ് വീട് ബെഡ്റൂം എന്ന് പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾ ശീലിച്ചു പോകുന്ന ഒരു സാധനമുണ്ട്. നിങ്ങളുടെ ശീലിപ്പായിട്ടുള്ള സാധനങ്ങളാണ്, പരിചയമുള്ള ശീലിച്ച സംഗതി. അപ്പൊ നിങ്ങളുടെ ശീലിച്ച സംഗതി എന്താണ്? നിങ്ങൾക്ക് ശീലമുള്ള ഒരു സംഗതിയാണെന്ന് വെച്ചാൽ കുറച്ച് ക്യാഷ് വന്നു കഴിഞ്ഞാൽ മുതലുടെ സ്വഭാവം കാണിക്കുക, പിന്നെ പണിയൊന്നും എടുക്കാൻ വയ്യ, പിന്നെ കാര്യങ്ങളോ ചെയ്യാം. ആരാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട. അപ്പൊ റിയാക്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ സേഫ് ആണല്ലോ. അപ്പൊ നമ്മൾ അതെ, പിന്നെ നെക്സ്റ്റ് മന്ത് വീണ്ടും ഇതാകുമ്പോ പേടി വരുമ്പോ അത് വീണ്ടും ഇറങ്ങും. അപ്പൊ പിന്നെ കുറച്ച് പിന്നെ അത് ഓക്കെ ആകുമ്പോ പിന്നെ ഇരിക്കും. അതെ. അപ്പൊ അതെന്താണ്, നിങ്ങൾക്ക് എന്ന് വെച്ചാൽ കുറച്ച് നല്ല സ്കില്ലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ നന്നായിട്ട് നിങ്ങളൊന്ന് പുഷ് ചെയ്യുന്നത്. നിങ്ങളെ പുഷ് ചെയ്യണം നന്നായിട്ട്. നിങ്ങൾ നന്നായിട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം, കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നാം കൂടുതൽ ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യണം, ഷെയർ ചെയ്യണം. അത് നമ്മളത് സെറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സംഗതിയാണ്. പുതിയൊരു രീതി, നിങ്ങളുടെ പഴയ രീതിയാണ് നിങ്ങളുടെ രീതി. അതെന്ത്? റിയാക്റ്റീവ് രീതി. റിയാക്റ്റീവ് മോഡ് എന്താണ്? ഒരു സിറ്റുവേഷൻ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനോട് പ്രതികരിക്കുക. ഒരവസ്ഥ വന്നിട്ട്, ഒരു അപകടാവസ്ഥ വന്നിട്ട്, ഒരു ഡേഞ്ചർ വന്നിട്ട് മാത്രമേ ചെയ്യുള്ളൂ. എക്സാം വന്ന് ഇവിടെ എത്തി തലേ ദിവസമേ പഠിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അതങ്ങനെ പാറ്റേൺ ആയിട്ട് നമ്മുടെ ശീലമായി മാറിയിട്ട് നമുക്ക് പരിചയം അതാണ്. അതിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യണം. ആ പാറ്റേണിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം. നമ്മൾ ഇപ്പൊ തന്നെ എന്താ വെച്ചാൽ പതുക്കെ ചെയ്ത് നമ്മളിങ്ങനെ പുഷ് ചെയ്യുക. നമ്മളെ ഫോഴ്സ് ചെയ്യാം. പുഷില് ഒന്നങ്ങ് കേറി വരും. അപ്പൊ പിന്നെ അതങ്ങനെ ഞങ്ങളാണ്. അതായത് പറയുന്നത് പുഷ് ചെയ്യുക, കയറി വരും, നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പൊ കണ്ടുപിടിക്കുക ഞാൻ നിൽക്കുകയാണ്, വീണ്ടും പുഷ് ചെയ്യുക, വീണ്ടും പുഷ് ചെയ്യുക, വീണ്ടും പുഷ് ചെയ്യുക, വീണ്ടും പുഷ് ചെയ്യുക, വീണ്ടും പുഷ് ചെയ്യുക. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. ക്ലിയർ ആണോ? ഞാൻ വിചാരിക്കും എന്റെ ഇതായിരിക്കൂല, വേറെ പോണോന്നൊക്കെ ചിന്ത വരും. ഇത് എനിക്ക് എന്താ പറയാ, അല്ല ഇതായിരിക്കില്ല എന്റെ എന്താ പറയാ നമ്മുടെ ഒരു പർപ്പസ് എന്ന് അറിയാലോ, അത് ഇതായിരിക്കില്ല, പർപ്പസ് എന്ന് ചിലപ്പോ വേറെ പറയുന്നത് ആയിരിക്കും. അതൊന്നുമല്ല. ഇത് പാറ്റേൺ ആണ്. ഇത് പർപ്പസിന്റെ പ്രശ്നമല്ല. ഇത് ഇങ്ങനെ ഒരു സ്വഭാവം വന്നിട്ടുണ്ട്, ഒരുമാതിരി സ്വഭാവം, തന്നെ അത്രേ ഉള്ളൂ. ഇതെന്താ വെച്ചാൽ ഇത് ശീലമായതാ. ഇത് പർപ്പസിൽ ചെന്നാലും ഇതേ സ്വഭാവം കാണിക്കും. ഇത് അസുഖം വേറെയാണ്. ഇതെന്താണ് അസുഖം? ഇത് ഈ പറഞ്ഞിരിക്കുന്ന വെച്ചാല് നമുക്ക് ഹസ്ബൻഡ് തമാശയാക്കും, നിനക്ക് അത്ര എന്ത് കിട്ടിയിട്ടെന്ന്, നിനക്ക് ലോട്ടറി കിട്ടുന്ന പോലെയല്ലേ കിട്ടുന്നത്, ഒരു ഇതില്ലാലോ. അതെ, അതായത് വിലയില്ല. മനസ്സിലായോ? യു ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും അല്ലെ? അതെ, ലോട്ടറി കിട്ടും പോലെ എപ്പോഴെങ്കിലും അതിനൊരു ഇതില്ലാലോ, കൺസിസ്റ്റൻസി ഇല്ലാലോ എന്ന് പറയും. അപ്പൊ അതെന്താ വെച്ചാല് വളരെ ഈസി ആയിട്ടും കിട്ടുന്ന പോലെ. അപ്പൊ നിങ്ങൾ എന്താ വേണമെന്ന് വെച്ചാൽ അത് കറക്റ്റ് ആയിട്ട് നമ്മളായിട്ട് ബിൽഡ് ചെയ്ത് കൊടുക്കണം. ഒരു റുട്ടീൻ ബിൽഡ് ചെയ്ത് അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യണം. യു ഹാവ് ടു ഫോഴ്സ് യുവർ സെൽഫ് ആൻഡ് ബിൽഡ് ദ റുട്ടീൻ. അതാണ് നമ്മൾ പറഞ്ഞ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഇരുന്ന് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനം കൺസിസ്റ്റൻസി. ഇരുന്നേ പറ്റൂ. ഇരുത്തുക നമ്മളെ. ഞാൻ ഇരിക്കാതെ എന്റെ അക്കൗണ്ടിൽ ഈ മാസം 15,000 വന്നു. അപ്പൊ ആ ഒരു ചിന്തയാണ്, കിട്ടിക്കോളും, വന്നോളും കിട്ടിക്കോളും വന്നോളും എന്നുള്ള ഒരു വന്നോളും കിട്ടിക്കോളും എന്നാണ്. പിന്നെ അങ്ങനെ മതി. ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഡോണ്ട് കംപ്ലൈൻ. അത് മതി. എൻജോയ് ദാറ്റ്. അതിലൊക്കെ ആണോ? ഓക്കെ ആണ്, എന്നാലും അല്ല. ഓക്കെ അല്ല. ഉള്ള സത്യം പോലെ പറഞ്ഞു തരും. ഇല്ല. ആണെങ്കിൽ ഇതുപോലെ ചോദ്യം വരില്ല. പക്ഷെ ഹാപ്പി അല്ല. അപ്പൊ അവിടെ എന്തുണ്ട് എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിൽ ഇപ്പൊ ഇത് വെച്ചിട്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ലൈഫ് ചൂസ് ചെയ്യൂ, എൻജോയ് ദാറ്റ് ലൈഫ്. പക്ഷെ അത് എപ്പോഴും സേഫ് അല്ല. എപ്പോഴും മുതൽ കിട്ടും. ചക്ക വീണാല് ചക്കട്ടപ്പം മുതൽ കിട്ടി. അതുകൊണ്ടാണ് ഹസ്ബൻഡ് കളിയാക്കുന്നത്, ലോട്ടറി അടിക്കുന്ന പോലെ വല്ലപ്പോഴും വരുന്നത്. അപ്പൊ അത് അങ്ങനെ എല്ലായ്പ്പോഴും ചിലപ്പോൾ അങ്ങനെ നടന്നോളുന്നില്ല. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സെർട്ടനിറ്റി വേണം. നിങ്ങൾക്ക് സെർട്ടനിറ്റി ഇല്ലേ? നിങ്ങൾ എന്താ വെച്ചാൽ കംഫർട്ട് സോണിലാണ്, അതിൽ അഡിക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ബ്രേക്ക് ഔട്ട് ദ കംഫർട്ട്. കാരണം നിങ്ങൾ കംഫർട്ട് സോൺ നശിപ്പിക്കും. ഓക്കെ, ഹൂ മൂവ്ഡ് മൈ ചീസ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. നമ്മളുടെ ഇത് എന്താ പറയുക, എല്ലാ സുഖങ്ങളും നമ്മളായിട്ട് തിന്നു തീർത്ത് പിന്നെ അടുത്ത പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പൊ ചിന്തിക്കുക.
ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരു എലി ഉണ്ടായിരുന്നു. ആ എലി എന്ത് ചെയ്തു? ധാന്യം തേടി ഇങ്ങനെ നടക്കുക ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം ഒരു ഭരണി നിറയെ കണ്ടു. ആ ഭരണിയിൽ കയറിയിരുന്നു. എന്നിട്ട് അതിരുന്നത് മുഴുവൻ തിന്നു. തിന്ന് അതെല്ലാം നല്ല സുഖിച്ചങ്ങനെ തിന്നു. കാരണം അതിലുണ്ടല്ലോ സുഖിച്ച് തിന്ന് അവസാനം എന്തായി? ആ ഭരണിയിൽ തീർന്ന് അവസാനത്തും തിന്ന് തീർന്നതോടുകൂടി ഇത് ഓവർവെയിറ്റ് ആയി തടിച്ച അവിടെ ആ ഭരണിയിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ കഴിയാതെ കുടുങ്ങി. ഭരണിയുടെ താഴത്തിലേക്ക് പോയി. മനസ്സിലായോ? പുറത്തിറങ്ങാൻ അവിടെ നിന്നിട്ട് ചത്തു. അത്രേ ഉള്ളൂ കഥ. എന്താ സംഭവിക്കുക? നമ്മളിൽ അധികം ആൾക്കാരും കുടുങ്ങി പോവുക. ഇത് ഈ ട്രാക്കിലൂടെ ഇങ്ങനെ പോയിട്ട് ഒരു വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടും. അന്ന് നമ്മൾ ചിന്തിക്കും എന്ത്? അയ്യോ, ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ കുറച്ച് ക്യാഷ് എടുത്ത് വെക്കായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു അല്ലേ? ഇപ്പൊ ക്യാഷ് എടുത്ത് വെക്കുന്ന ശീലം ഉണ്ടല്ലോ. ഇല്ല ഇല്ല. അതാണ്, അതുണ്ടാവില്ല. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഉള്ളത് മുഴുവൻ തീർക്കും. അപ്പോൾ ബി വെരി കെയർഫുൾ. യുവർ ഫ്യൂച്ചർ ഈസ് നോട്ട് സേഫ്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ടേക്ക് നെസസറി ആക്ഷൻ. ഇപ്പോൾ ആലോചിച്ച് തീരുമാനം എടുത്തേ പറ്റൂ. ഇനി ഈ പണി ഞാൻ എടുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യണം. അടുത്ത ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യേണ്ടത് എന്താണ്? റൊട്ടീൻ ബിൽഡ് ചെയ്യേണ്ടത്. എനിക്ക് ഇനി കാര്യങ്ങൾ ചെയ്തിട്ട് പൈസ ഞാൻ മാറ്റി വെക്കും. ഇത്ര ശതമാനം പൈസ ഞാൻ മാറ്റി വെക്കും എൻ്റെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട്. ആ മാറ്റി വെക്കണമെങ്കിൽ വല്ലതും വേണ്ടേ? ആ മാറ്റി വെക്കാനുള്ള പൈസ അധ്വാനിച്ചുണ്ടാക്കണ്ടേ? അപ്പോൾ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഗോൾ വേണം. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല. യാതൊരു സ്റ്റാൻഡേർഡ് ഇല്ല, ഒരു നിലവാരമില്ല, ഒന്നുമില്ല. എന്താ വെച്ചാൽ വരട്ടെ. സെറ്റ് സ്റ്റാൻഡേർഡ്. അത് തന്നെയാണ്. അപ്പൊ സെറ്റ് സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡ് മിനിമം ഇത്ര രൂപ എനിക്ക് സമ്പാദിക്കണം, മിനിമം. അപ്പൊ നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്ന എമൗണ്ട് എഴുതണം. ഇപ്പൊ അച്ചീവ് ചെയ്യുന്ന ചലഞ്ച് ആർക്കും ചെയ്യാൻ പറ്റുള്ളൂ? ആർക്കും ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങളുടെ വലിയ കഴിവൊന്നുമല്ല. മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നതാണ് മണ്ടത്തരം. അത് നല്ലതല്ല. അത് വിഡ്ഢിത്തമാണ്. അത് ഓവർ കോൺഫിഡൻസ് ആണ്. അതെന്തോ ബുദ്ധിയാണ്, ഉഷാറാണ്, അതാണ് ചിന്തിക്കേണ്ടത്, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. നോ, യു ആർ എ ഫൂൾ. യു ആർ ഫൂളിങ് യുവർ സെൽഫ്. നിങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള തിങ്കിങ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പണി കിട്ടുമ്പോൾ അറിയും, ഷടാ ഞാൻ എന്തൊരു മണ്ടത്തര ചെയ്തെന്നായി പോകും. മനസ്സിലാവുന്നുണ്ടോ? സോ ഓൾവേസ് വർക്ക് ഹാർഡ്. അങ്ങനെ ഇപ്പൊ ഞാനിത് പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ദാറ്റ്സ് ഓൾ ദി ബെസ്റ്റ്. ഇത് ഞാൻ എങ്ങനെയൊന്നും പറയില്ല സാറേ. ഞാനതാ പറയാൻ പോകുന്നത്. ഇങ്ങനെയൊന്നും പറയില്ല സാർ. ഇങ്ങനെയൊന്നും പറയില്ല സാർ. അതെന്തുകൊണ്ട്? അതാണ് കേൾക്കാൻ ഇഷ്ടമല്ല. കാരണം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താല്പര്യമില്ല. ഇങ്ങനെയൊന്നും പറയില്ലേ, എനിക്ക് പേടിയാവുന്നു, എനിക്ക് വിഷമമാവുന്നു, എനിക്കത് കേൾക്കാൻ ഇഷ്ടമില്ല, എനിക്ക് താല്പര്യമില്ല. താല്പര്യം ഉണ്ടാവില്ല. ആ റിയാലിറ്റി ഞാൻ കാണിച്ചു തരികയാണ്. ഇതാണ് നിങ്ങളുടെ അസുഖം. നിങ്ങൾക്ക് പലതും താല്പര്യമില്ല. ഉത്തരവാദിത്തോടു കൂടി ഏറ്റെടുക്കാൻ വയ്യ. എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. എനിക്ക് എൻ്റെ ട്രോമ ഇളകുന്നുണ്ട്, എൻ്റെ ഈഗോ ഇളകുന്നുണ്ട്, എനിക്ക് ട്രിഗർ ആവും. അപ്പം മനസ്സിലാക്കേണ്ടത് അവിടേക്കാണ് നോക്കേണ്ടത്. അതെങ്ങനെ ഇളകാതെ നോക്കാം, ഇതിനൊക്കെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് എങ്ങനെ ചിന്തിക്കാം, അതിനുവേണ്ടി ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഏത് ട്രോമയാണ് ഹീൽ ചെയ്യേണ്ടത്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, എൻ്റെ ചൈൽഡ്ഹുഡിൽ ഏത് പ്രശ്നമാണുള്ളത്, ഇത് കണ്ടെത്തുന്നതിനെ പറ്റി എങ്ങനെ കോഴ്സ് ഞാൻ പഠിക്കാം. അപ്പോൾ ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പ് ആയിട്ടുള്ള നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്ന് നിങ്ങൾക്ക് ഇത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടില്ല. പ്രോഗ്രാമിലേക്ക് പോവാം. പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ശരിക്കും കണ്ടെത്താൻ പറ്റും. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയായി, എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്, ഏത് ട്രോമയിലൂടെ കടന്നു പോയിട്ടാണ് ഇങ്ങനെയായത്. ഇതൊരു കുറെ പ്രശ്നങ്ങൾ സംഭവിച്ച് മടുത്തതാണ്. സ്ട്രെസ് ഇഷ്ടമില്ല. ബേസിക്കലി പറഞ്ഞ സ്ട്രെസ് ഇഷ്ടമില്ല. ഗോളൊക്കെ എഴുതണം, ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇത്ര ഉണ്ടാക്കണം, അതൊക്കെ പറയുമ്പോൾ തന്നെ പേടിയാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ സ്ട്രെസ്സാണ്. കാരണം അതൊക്കെ ഒരുപാട് കാര്യങ്ങളല്ലേ, ഒരുപാട് പണിയെടുക്കണ്ടേ. വെറുതെ ഇരിക്കുന്ന അത്ര സുഖമുണ്ടോ? എന്തൊരു സുഖമാണ് വെറുതെ ഇരിക്കുമ്പോൾ. അങ്ങനെ നമ്മളെ ചിന്ത അതാണ്. വെറുതെ ഇരിക്കുമ്പോൾ പൈസ ഇങ്ങനെ വരണം, എന്ത് രസമായിരുന്നു. അപ്പൊ അത് ചിന്തിക്കരുത്, അത് ആഗ്രഹിക്കരുത്. വെറുതെ കിട്ടുന്ന പൈസ വേണ്ട. അത്യാവശ്യം കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തിട്ട് ഞാൻ അങ്ങനെ അതിൽ സന്തോഷം കണ്ടെത്തണം. മനസ്സിലാവുന്നില്ല? അതില് ഒരു ഇതിലുണ്ടായിരുന്നു, അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് ബ്രേക്ക് ആയതാണ്. അത് തന്നെയാണ് ട്രോമേന്റെ. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എന്ന് മുതലാണ്, ഏത് ഇൻസിഡന്റിന് മുതലാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്?
വലിയ കുറച്ച് നല്ല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, അത്യാവശ്യം അടുപ്പിച്ച് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് നിങ്ങൾ ട്രാക്ക് തെറ്റിയത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകെട്ട് തെറ്റി, നിങ്ങളുടെ ചിന്തയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് കൂട്ടുകെട്ടിലേക്ക് പോയി, പഴയ ഉഴപ്പൻ മൈൻഡിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായി. എവിടെ നിങ്ങൾക്ക് പിഴവ് പറ്റിയേ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ആലോചിച്ചിട്ടാണ് നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ടല്ലോ, ഇതൊക്കെ കൂടിയിട്ട് ചെയ്യാൻ പറ്റുമോ ഇതന്നെ അങ്ങനെയൊന്നുമല്ലല്ലോ, ഇതിനു മുൻപ് നല്ല ട്രാക്കിലല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ, കാര്യങ്ങൾ ചെയ്തു പോയിരുന്നല്ലോ അല്ലേ? അതെ, ഓരോ മന്ത് ആകുമ്പോഴും ടാർഗറ്റ് ആലോചിക്കുമ്പോൾ ടെൻഷനാണ്, പക്ഷെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നതാണ്. പിന്നെ ജോലിയിലായിരുന്നു അത്? അതെ, ജോലിയിൽ. ആ ജോലിയിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയതാണോ? എന്താ സംഭവിച്ചത്? അല്ല, ഇറങ്ങിയിട്ടില്ല. അതിൽ നിന്ന് ഒരു എന്താ പറയാ, മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഇതിൽ നിന്ന് ട്രാക്കിൽ അതായത് സ്ട്രെസ് വന്നപ്പോൾ താങ്ങാൻ പറ്റില്ല. അതേ പീരീഡിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടായിരുന്നോ ലൈഫിൽ? കുട്ടികള് എന്താ പറയാ, മോള് ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രണ്ട് സ്ട്രെസ്സും കൂടെ വന്ന് താങ്ങാൻ കഴിയാതായതാണ്. ഞാൻ തന്നെ സ്വയം എനിക്ക് മക്കളെയൊക്കെ കൂടെ ഇതൊന്നും എനിക്ക് പറ്റൂല, ഞാൻ പിന്നെ ഇതെല്ലാം കൂടെ താങ്ങാൻ കഴിയും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഹീലിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പൊ ആ ഒരു പീരീഡിനെ തന്നെ നിങ്ങൾ എടുത്തിട്ട് ഹീൽ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സിറ്റുവേഷനൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് എത്ര വന്നാലും എനിക്കിത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഞാൻ സോൾവ് ചെയ്യും എന്നൊരു തിങ്കിങ് എടുക്കേണ്ടത്. ഇതിന് പകരം എന്താ നിരന്തരം ചിന്തിച്ചത്, എനിക്കിത് താങ്ങാൻ കഴിയില്ല, എനിക്ക് കഴിയില്ല, ഞാനിത് ഇങ്ങനെ ചെയ്യാം, എനിക്ക് സഹിച്ചൂടെ, ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, കുട്ടികളെ കാര്യം നോക്കണം, ഇതൊക്കെ പടാറിക്കും, എന്ത് ഞാനത് ചെയ്യാം, എനിക്ക് വയ്യ, ഇപ്പൊ എനിക്ക് തന്നെ നിൽക്കട്ടെ. ഈ പാറ്റേണിലൂടെയാണ് ചിന്തിച്ചു പോയത്. ഇതിങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഓക്കെ, എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യും, നേരെ ബുക്കിലേക്ക് എഴുതുന്നു. എനിക്ക് ഓരോ ദിവസം അത് ചിന്ത തലയിലേക്ക് കയറ്റിയതാണ് സ്ട്രെസ് ആയത്. അതിന് പകരം അതെടുത്തിട്ട് ബുക്കിലേക്ക് എഴുതി. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പോലെ അല്ലെങ്കിൽ പ്രാക്ടീസ്, നിങ്ങൾ ഒരു ഡെയിലി ജേണലിംഗ് നിങ്ങൾ എഴുതി, നിങ്ങളൊരു ഡെയിലി പ്ലാനിങ് നടത്തി. എനിക്ക് ഇന്ന ചെയ്യണം, ഞാൻ ഇതിനു വേണ്ടി എന്ത് ചെയ്യും, ഓക്കെ, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും, ഇന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, മകളെ കൊണ്ട് ചെയ്യിപ്പിക്കും, ഇന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, ഹസ്ബൻഡിനെ കൊണ്ട് ചെയ്യിപ്പിക്കും, ഇന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, മറ്റുള്ള മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, വേറെ സുഹൃത്തിന്റെ ഹെൽപ്പ് തേടും, ബിസിനസിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും, ഒരാളെ അസോസിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി, പദ്ധതി ഉണ്ടാക്കി, ജോലി സിംപ്ലിഫൈ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇത് ചെയ്തപ്പോഴേ അന്ന് ഹസ്ബൻഡ് അപ്രീസിയേഷൻ അന്ന് കിട്ടിയില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു നെഗറ്റീവ് കമന്റ് വരികയും ചെയ്യും. അടിപൊളി. ഇനി വേറെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയണ്ടോ? ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും എന്നോട് പറഞ്ഞിട്ട് എനിക്കറിയാം. നിങ്ങൾക്ക് ഇപ്പോൾ ചാൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ കൗൺസിലർ കിട്ടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇത് അങ്ങനെ ഉണ്ടായി. അപ്പൊ ഓരോ കഥയിൽ നിന്ന് അടുത്ത കഥയിലേക്ക് പോവാണ്. മനസ്സിലായോ? അന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല, അപ്പൊ ഇന്ന് ഇപ്പൊ എന്നെ വിമർശിക്കുന്നു, അപ്പൊ അതും കൂടെ താങ്ങാൻ പറ്റുന്നില്ല, അപ്പൊ എനിക്ക് എന്റെ സെൽഫ് റെസ്പെക്ട് കൂടെ പോയി. ഐ അണ്ടർസ്റ്റാൻഡ്, പക്ഷെ വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, കറക്റ്റ് ആണ്. ഐ ടോട്ടലി അഗ്രി വിത്ത് യു. നിങ്ങൾക്ക് ഇപ്പൊ എന്തുകൂടെ സംഭവിച്ചു, നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് കൂടെ പോയി. കാരണം അന്ന് അത്രയും പ്രശ്നം ഉണ്ടായ സമയത്ത് അപ്രീഷിയേറ്റും ചെയ്തില്ല. ഇവിടെ ആര് അപ്രീഷിയേറ്റ് ചെയ്യണം? നിങ്ങൾ എന്താ 2ാം ക്ലാസ്സിലെ കുട്ടിയോ? അപ്രീസിയേഷൻ ആഗ്രഹിച്ച് നടക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമാണോ? ആണോ? എന്നാലും അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല. ഇപ്പൊ കുറെയൊക്കെ അവയർനെസ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ചൂടാവില്ല കേട്ടോ, ഞാൻ ഇതെല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതെല്ലാവർക്കും കൊള്ളും. ഇത് കൊള്ളേണ്ടവർക്ക് ശരിക്കും കൊള്ളുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല അത് കൊള്ളുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ലോണം കൊള്ളുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് നല്ലോണം കൊള്ളുന്നുണ്ട്, എല്ലാവർക്കും. അപ്പൊ അതേ സാർ നമ്മുടെ കൊള്ളുന്ന ആൾക്കാരെ കമന്റ് ചെയ്യുന്നത്, അതേ സാർ നമ്മൾ കമന്റ് എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന് സിമി. ഇപ്പൊ ഇത് പലർക്കും കൊള്ളുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അത് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാല്, നമ്മൾ ഒരിക്കലും നമ്മളിങ്ങനെ നമ്മുടെ ട്രോമ നമുക്കുണ്ട്, നമുക്ക് സംഭവിച്ചു, ഓക്കെ ശരിയാണ്, നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. ഇതിന്റെ കാരണം എന്താണെന്നറിയും? നമ്മൾ ഈ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയും? പുറത്തുനിന്നുള്ള വാലിഡേഷൻ ആണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? ചെറുപ്പത്തിൽ നമ്മളുടെ ഇന്നർ ചൈൽഡിൽ നമ്മൾ ട്രോമ അനുഭവിച്ചിട്ടുള്ള ആ കുട്ടിക്ക് വേണ്ട രീതിയിൽ ചെറുപ്പത്തിൽ പരിഗണനയും റെസ്പെക്റ്റും കിട്ടിയിട്ടില്ല. അതിന്റെ കുറവ് ഇപ്പോൾ അന്ന് കിട്ടാത്തത് ഇന്ന് തേടുകയാണ്. അന്ന് വിഷമിക്കുന്ന സമയത്ത് സമാധാനിപ്പിച്ചിട്ടില്ല. അന്ന് വിഷമം, ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടായ സമയത്ത് സമാധാനിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകളോ സംഗതികളോ കിട്ടില്ല. അതേ കരച്ചിലാണ് ഇപ്പോഴും. പ്രശ്നം, സ്ട്രെസ് വരുമ്പോൾ അതേ കരച്ചിൽ, അതേ കുട്ടി അതേ രൂപത്തിൽ കരയാൻ ആഗ്രഹിക്കുകയാണ്, കരയുകയാണ് ഉള്ളിൽ.
അപ്പൊ എന്താ വേണ്ടത്? ആ ചെറുപ്പത്തിലുള്ള അന്നത്തെ ട്രോമകൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സെൽഫ് കോൺഫിഡൻസ്. അപ്പൊ നമ്മൾ വേറൊരാളുടെ നല്ല നമുക്ക് നമ്മൾ എന്ത് സെൽഫായിട്ട് നമ്മളെ കുറിച്ച് നല്ല സെൽഫ് ഇമേജ് വേണം, സ്ട്രോങ് ആയിട്ട്. ഒരാളുടെ നിന്നും ഒരു അപ്രീസിയേഷൻ വേണ്ട. നമ്മളാ ചെറിയ കുട്ടിയല്ല, അതൊക്കെ കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു. Get up and face your reality. This is your life. Live it. Get up and do it. Nobody is going to കൈയടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. You do it because you have to do it. You are a grown up. പ്രായപൂർത്തിയായിട്ടുള്ള പക്വത വന്നിട്ടുള്ള മെച്യൂരിറ്റി വന്നിട്ടുള്ള, മനസ്സിലാവുന്നുണ്ടോ? ഈ രൂപത്തിൽ എന്താ വെച്ചാൽ നമ്മൾ വന്നിട്ടുള്ള ഒരാളാണ്. അത് നമ്മൾ ചെയ്യണം. നമ്മളിങ്ങനെ നമുക്ക് എനിക്ക് പനിയാണ്, എനിക്ക് തലവേദനയാണ്, എനിക്ക് അതാണ്, എനിക്ക് തേങ്ങയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്യാറുണ്ട്. എത്ര ബുദ്ധിമുട്ട് വന്നാലും വല്ലാണ്ട് നിങ്ങൾക്ക് വേറെ വഴിയില്ലാതെ നിങ്ങളെല്ലാം ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ചെറിയൊരു എക്സ്ക്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു? എക്സ്ക്യൂസ് കിട്ടുമ്പോഴേക്കും നിങ്ങൾ ഒളിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ കാരണം പറഞ്ഞിട്ട് എനിക്ക് വയ്യ. നോ, ഗെറ്റ് അപ്പ് ആൻഡ് ഫേസ് യുവർ റിയാലിറ്റി. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. നിങ്ങളുടെ പഴയ ട്രോമ ട്രിഗർ ആവും. ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ്. ആ ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങോട്ടത്തെ ഒരു ട്രെയിനറെ കിട്ടൂല. നമ്മളോട് നല്ല സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് നല്ല രീതിയിൽ ഇത് ഞാൻ എല്ലാം അപ്ലൈ ചെയ്യും. എൻ്റെ അടുത്ത് സോഫ്റ്റ് മെത്തേഡ് ഉണ്ട്, കമ്പാഷനേറ്റ് മെത്തേഡ് ഉണ്ട്, കാര്യം അതൊക്കെ എടുക്കേണ്ട സമയത്ത് എടുക്കും. ഈ ചില സമയത്ത് ഞാൻ നിങ്ങളിലേക്ക് എന്ത് ചെയ്യും, ടോർച്ച് അടിച്ച് കാണിച്ചു തരും. നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും ഞാൻ. ഈ അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ എന്താണ്, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇയാൾ എന്നെ അസ്വസ്ഥനാക്കുന്നതെന്നല്ല, ഇയാളെന്താ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്, ഇയാളെന്താ ഇങ്ങനെ നമുക്ക് ട്രിഗർ ചെയ്യുന്നത്, ഇതിപ്പോൾ ഒരു ട്രോമയാണല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് യെസ്, ഈ ഏരിയയിൽ എന്തുകൊണ്ടാണ് എനിക്കിത് കേൾക്കുമ്പോൾ അസ്വസ്ഥനാവുന്നത് ഞാൻ എന്ന് ചിന്തിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്കെന്തോ വർക്ക് ചെയ്യാനുണ്ട്, ഇതാണ് ഈ ഏരിയ എനിക്ക് വർക്ക് ചെയ്യാനുണ്ട് എന്ന് നോട്ട് ചെയ്തിട്ട് ആ ഏരിയ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ റെസ്പോൺസിബിൾ ആവുന്നത്, അപ്പോഴാണ് നമ്മൾ പക്വതയുള്ള ആളാവുന്നത്, അപ്പോഴാണ് ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കി പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഇതിനെ എങ്ങനെ വർക്ക് ചെയ്യാം. അതാണ് ഉത്തരവാദിത്ത ബോധം. അതല്ലാത്ത ഒരാൾ ഇപ്പോഴും വീണ്ടും കരയുക. ഇത്രയും കാലം കരഞ്ഞ പോലെ, ഇതിനു മുൻപ് ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോൾ കരഞ്ഞ പോലെ, ഇതിനു മുൻപ് മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയപ്പോൾ ഡൗൺ ആയ പോലെ വീണ്ടും ഡൗൺ ആവും. നോ, ഗെറ്റ് അപ്പ് ആൻഡ് ഫേസ് ദ റിയാലിറ്റി. എവറിബഡി ഡു ദിസ്. സോ വെർ ഈസ് യുവർ പ്രോബ്ലം? ഓക്കെ, പ്രോഗ്രാമിലേക്ക് വരിക. ഇത് തന്നെയാണ് ഇതിന്റെ പ്രോബ്ലം. നിങ്ങൾ നന്നായിട്ട്, അതിനാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് അല്ലേ, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അതിലെന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങൾ സാധാരണ നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് EFT ഹീലിംഗ് തെറാപ്പി ചെയ്യേണ്ടത്. നമ്മൾ അനുഭവിച്ച ട്രോമാസ് ക്ലിയർ ചെയ്യണം. അതൊരു സംഗതിയാണ്, അത് നമ്മൾ പഠിക്കേണ്ടതാണ്. പിന്നെ സാർ ഞാൻ ഒരു കാര്യം മറുപടി പറയട്ടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ബ്രേക്ക് ആയി പോയി എന്നുള്ളത്, കംപ്ലീറ്റ് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചെങ്കിലും ഒന്ന് ഈ പറഞ്ഞതെങ്കിലും എനിക്ക് നേടാൻ പറ്റിയില്ല. സാറിന്റെ ഒറ്റ ഒരു മോർണിംഗ് ക്ലാസ്സിൽ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നപ്പോഴാണ് എനിക്ക് ഒരുപാട് അവയർനെസ് കിട്ടിയത്. വെരി ഗുഡ്. ഒരു അവയർനെസ് കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും എനിക്ക് ആവാൻ പറ്റിയിട്ടുള്ളത്. പക്ഷെ ഇത് ഈ ഒരു കംഫർട്ട് സോണിൽ നിന്നുള്ള ഒരു സുഖത്തിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കണം, നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അതെന്താ വെച്ചാൽ അത് ആഗ്രഹം ഉണ്ട് എന്നുള്ളതല്ല, അത് നിങ്ങൾ ഇനി പുറത്ത് കടന്നു. ഇന്നത്തോടു കൂടി നിങ്ങൾ എന്ത് എംബ്രേസ് ചെയ്യുക, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എംബ്രേസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാമിലേക്ക് വരും കേട്ടോ. ഓക്കെ സാർ, അതിന്റെ പേര് തന്നെ നമ്മൾ ചേഞ്ച് പോവാണ്, മിറക്കിൾ എന്നാക്കാൻ പോകണം, EFT മിറക്കിൾ. സോ വട്ട് ഐ വാണ്ട് ഇസ് ലൈക്ക് നമ്മൾ മിറക്കിൾസ് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് അടുത്ത ബാച്ചിലേക്ക് എന്തായാലും വരും കേട്ടോ അസിയ. അതിൽ ഇനി വെയിറ്റ് ചെയ്യണ്ട, അതിലേക്ക് വന്നോളൂ. കാരണം നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ട ഒരുപാട് ട്രോമാസ് ഉണ്ട്. നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇതേപോലെ ഫീലിംഗ് വന്നിട്ടുള്ള സിമി നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വരിക. കം ടു ദ പ്രോഗ്രാം. അതേപോലെ തന്നെ റഷീദ പ്രോഗ്രാം ഓൾറെഡി എനിക്ക് പ്രോഗ്രാമിലേക്ക് വന്നിട്ടുണ്ട്. അബിത മാം പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. യെസ്. സോ ഇത് നിങ്ങൾ എന്താ വെച്ചാൽ, അതേപോലെ ജാസ്മിൻ ഓൺലൈൻ ക്ലാസ് ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഓഫ്ലൈൻ എന്തായിരിക്കും? അത് ഒരു സംശയമില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങളെ വലിച്ചു കീറി ഒട്ടിക്കും. ധൈര്യമുള്ളവർ മാത്രം വന്നാൽ മതി, പേടിക്കണ്ട. വിഷ്ണു മസ്റ്റായിട്ടും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാർ പറയണേ. ഇങ്ങനെ യെസ്. എന്താണ് പറഞ്ഞത്? നമ്മുടെ വിഷ്ണു ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കണം. പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യം ഒന്ന്. സംശയമില്ല. ഞാൻ ഓൾറെഡി വിഷ്ണുവിനോടൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി വിഷ്ണു എന്താ പറയുക, നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രശ്നം ഇത് നിങ്ങളുടെ മാത്രം കുറ്റമല്ല കേട്ടോ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഇതേ അവസ്ഥയിലായിരുന്നു ഞാനും, ഇതേ അവസ്ഥയിലായിരുന്നു ജെബിൻ, ഇതേ അവസ്ഥയിലായിരുന്നു പലരും. പക്ഷെ നമുക്ക് ഹെൽപ്പ് ആവശ്യമായി നമ്മൾ എടുക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ മെന്റർ അടുത്ത് പോയിട്ട് എനിക്ക് ഹെൽപ്പ് എടുക്കാറുണ്ട്. അങ്ങനെ ഹെൽപ്പ് എടുത്തിട്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. വി നീഡ് പേയ്മെന്റ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഹെൽപ്പ് എടുക്കണം. എന്നാലും നമ്മളിത് വാല്യൂ കൽപ്പിക്കുള്ളൂ. ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ
യു ഇൻവെസ്റ്റ് ടൈം, ബി റെസ്പോൺസിബിൾ, ഗെറ്റ് ഹെൽപ്പ്. അപ്പോൾ അത് എടുക്കുക, എന്നാൽ ഈ പാറ്റേൺ കട്ടാവുള്ളൂ. ഈ പാറ്റേൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പീസും കാര്യങ്ങളും ചെയ്യണം. ഗെറ്റ് ഹെൽപ്പ് ആൻഡ് കട്ട് ദ പാറ്റേൺ. ആ പാറ്റേൺ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പുറത്ത് കിടക്കണം. ഓഫ്ലൈൻ പ്രോഗ്രാമിൽ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളെ പിടിച്ചിട്ട് ആകെ എന്തോ ആക്കൊന്നുമില്ല, വളരെ സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുള്ളൂ. അത് ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറയുന്നതാണ്. ഓക്കെ, പക്ഷെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും. അത്രയ്ക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് തോന്നിയ കാര്യം എനിക്ക് തോന്നിയ സാറ് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയ കാര്യം തന്നെ സാർ ഇങ്ങോട്ട് പറഞ്ഞു. സാർ ഒരുമാതിരി ആക്കിയതാണെന്നില്ല. അപ്പൊ സാറ് തന്നെ ഇങ്ങോട്ടത് പറയുകയും ചെയ്തു. ആക്കിയതല്ല, ഞാൻ ഉള്ളത് അല്ല, കറക്റ്റ് ആക്കിയതല്ല. അയ്യോ വെറുതെ ആയിപ്പോ ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചു. ഇല്ല, വെറുതെ ഒന്നുമല്ല. ഞാൻ ഉള്ള കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഇത് നിങ്ങളുടെ റിയാലിറ്റിയാണ്. ഞാൻ പറഞ്ഞത് ഓഫ്ലൈൻ പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വലിച്ചീകരുന്ന് പറഞ്ഞില്ലേ, ആ സംഗതി തമാശയാണ് ഞാൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം സത്യം അവിടെ പറഞ്ഞത്. ഇതെല്ലാം സത്യമാണ്. ഗുഡ് മോർണിംഗ് സാർ. ചില ആൾക്കാർക്ക് അതാണ് വേണ്ടത്. യെസ് വിവേക്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. യെസ്, പറഞ്ഞോളൂ. പിന്നെ ഇത് എവിടെയാണ് ഓഫ്ലൈൻ ആയിട്ടുള്ള എവിടെയാണ്? കേൾക്കുന്നില്ല. ഓഫ്ലൈൻ പ്രോഗ്രാം ആണോ? അതെ, ഫിസിക്കലായിട്ട് എവിടെ വരുന്നത്? ഓഫ്ലൈൻ പ്രോഗ്രാം കാലിക്കറ്റാണ് വെച്ച് നടക്കാറുള്ളത്. കൊച്ചിയിൽ നടക്കാറുണ്ട്. സ്ഥലം ഞാൻ മലപ്പുറമാണ് സാർ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും വരും, പ്രോഗ്രാമിലേക്ക് വരും, കാലിക്കറ്റ് വരും. എവിടെയാണത്? കാലിക്കറ്റ് വെച്ചിട്ടാണ് നടക്കുക. നമ്മൾ ഡേറ്റ് ഒന്നും കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ല. നമുക്ക് നോർമലി നമ്മുടെ ഓൺലൈനിലാണ് പ്രോഗ്രാം ഉള്ളത്. ഓക്കെ, നമുക്ക് 30 days പ്രോഗ്രാം ഉണ്ട്. അത് ഓൺലൈനാണ് കംപ്ലീറ്റ്ലി. 23-ാം തീയതി അടുത്ത ബാച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ 20 എൻട്രിക്ക് നമ്മൾ പ്രോഗ്രാം ഫീ വരുന്നത്, ആക്ച്വൽ ഫീ വരുന്നത് 12,000 rupees ആണ്. അതിന്റെ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസ് എന്നുള്ള രീതിയിൽ അടുത്ത ബാച്ചിലേക്ക് വരുന്നത് 9,800 ആണ് പ്രോഗ്രാം ഫീ വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആദ്യത്തെ 20 പേർക്ക് നമ്മൾ ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കുന്നത് 8,800 കഴിഞ്ഞ ബാച്ചിന്റെ അതേ ഫീ. പക്ഷേ അടുത്ത ബാച്ചിൽ ഫീ കൂടുന്നുണ്ട്. അപ്പൊ 9,800 ആണ് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മെസ്സേജ്, ടെക്സ്റ്റിൽ മെസ്സേജ് വരുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. 30 days പ്രോഗ്രാം ആണ്. അതിൽ കംപ്ലീറ്റ്ലി ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ട്രോമ, നിങ്ങൾ സ്റ്റക്കായി കിടക്കുന്നതിന്റെ ട്രോമ കറക്റ്റായിട്ട് കണ്ടെത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള തെറാപ്പീസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, അതിൽ പഠിപ്പിക്കുന്നുണ്ട്. ദെൻ പുറമെ അതിൽ ഒരുപാട് ടൂളുകളും തെറാപ്പീസും പഠിക്കും. EFT ബേസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. EFT എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഫ്രീ ആകാൻ പറ്റും. ഇത് ഫ്രീ ആയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ട്രാക്കിലേക്ക് ഇങ്ങനെ വരും. അത് നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും, നമ്മുടെ ക്ലാരിറ്റി വർദ്ധിക്കും, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന നീട്ടിവെക്കുന്ന സ്വഭാവം, ഒഴിവാക്കുന്ന സ്വഭാവം, കംഫർട്ട് സോണിൽ അഡിക്റ്റ് ആയി നിൽക്കുന്ന സ്വഭാവം, മറ്റുള്ള അഡിക്ഷൻസ് സംഗതികളൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്തേക്ക് വരികയാണ് എന്ത്, പുതിയൊരു ബ്യൂട്ടിഫുൾ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു 30 days എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ തരും. ഈ മെന്റർ നിങ്ങൾ ഹീൽ ചെയ്യും. ഇതിന് പുറമെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഗ്രൂപ്പ് ഹീലിംഗ് ഉണ്ട്. നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനെയും ഒരു കമ്മ്യൂണിറ്റി ആക്കി മാറ്റിയിട്ട് ആ സ്റ്റുഡൻസ് എല്ലാം ഒത്തുകൂടുന്ന ഗ്രൂപ്പ് ഹീലിംഗ് ഉണ്ട്. ഇതെല്ലാം കൂടെ, അതായത് അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു മെമ്പർ ആയിട്ട് നിങ്ങൾ മാറാണ് ഹീലിംഗ് മേഖലയിൽ. നിങ്ങൾക്ക് അതിലേക്ക് വരാം. അതിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഇതാണ് പ്രോഗ്രാമിന്റെ ഫീ വരുന്നത് 8,800 ആണ്. 9,800 ആണ് ആക്ച്വൽ ഫീ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 20 പേർക്ക് എനിക്ക് തോന്നുന്നു അതിന് ഈ 30th വരെ ഉള്ള ഓഫർ. ഈ 30-ാം തീയതി അതിനുള്ളിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം. ഏകദേശം എത്രയായി, 28th ആയി അല്ലേ? ഐ തിങ്ക് 28th or 27th. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഇതിന്റെ അപ്ഡേറ്റ്. പിന്നെ ഓഫ്ലൈൻ ഇവന്റ് വരുന്നത്, അത് നമ്മൾ ഇടയ്ക്ക് നടത്തുന്ന ഇവന്റ് ആണ്. മേ ബി ജാനുവരിയിലോ ഫെബ്രുവരിയിലോ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഒരു ഓഫ്ലൈൻ ഇവന്റ് വെക്കും. വളരെ റയർ ആയിട്ടാണ് വെക്കാറുള്ളത്. ഓക്കെ, സോ ഇതാണ്. അപ്പൊ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ പ്രോഗ്രാമിൽ വന്നാൽ മതി, എല്ലാം ശരിയാവും. റഷീദ പറയുന്നു യെസ്, വെരി ഗുഡ്. വിഷ്ണു പറയുന്നു സാർ ചൂരൽ വാങ്ങി വെക്കുക. ഓക്കെ, സിമി പറയുന്ന ഫസ്റ്റ് അടി വിഷ്ണുവിന് തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്. അല്ല, ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ വേണ്ടി വരും അല്ലേ, കുറച്ചൊക്കെ നല്ല ഷോക്ക് കൊടുക്കണം, ഇടയ്ക്ക് ഷോക്ക് കൊടുക്കണം, എന്നാലേ ഒരു ബോധം തെളിവുള്ളൂ. അപ്പൊ ഇന്ന് ഒരു ഷോക്കിംഗ് ദിവസമായിരുന്നു, ചെറുതായിട്ട് ഷോക്ക് അല്ലേ? ബോധം കുറച്ച് തെളിഞ്ഞു, ഇത്രേ ഉള്ളൂ. ചിലത് അങ്ങനെയാണ്, സംസാരിക്കണം. പക്ഷെ ഇതൊക്കെ സംസാരിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ് കേട്ടോ, മനസ്സിലാക്കണം. ഇതൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ ഇമ്പ്രൂവ് ആവണം, നിങ്ങൾ മാറണം എന്ന്. ഇതൊന്നും സംസാരിക്കാതെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണെന്ന് അറിയോ, നിങ്ങൾ എങ്ങനെ കുഴപ്പമില്ല ഒക്കെ റെഡി ആയിക്കോളും എന്ന് പറഞ്ഞ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വിടുന്നത്. ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ഓക്കെ, അത് ഭയങ്കര ഡേഞ്ചറാണ്. എനിക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ
ഓൾറൈറ്റ്. ഓഫ്ലൈൻ പ്രോഗ്രാം കൊച്ചിയിൽ ഇനി എന്നാണെന്ന് ചോദിക്കുന്നത്. കൊച്ചിയിൽ ഇനി ഇവിടെ അടുത്തൊന്നുമില്ല. മേ ബി ഒരു 3 to 6 months പീരീഡിന് ശേഷം ഉണ്ടാവുള്ളൂ. നമുക്ക് അവിടെ കുറച്ചുകൂടെ ഓഡിയൻസ് ബേസ് ബിൽഡപ്പ് ആവാനുണ്ട്. ആ ബിൽഡപ്പ് ആയി കഴിഞ്ഞതിനനുസരിച്ച് നമ്മൾ ബിൽഡ് കൊണ്ടുവരും കേട്ടോ. സർ, മൈഗ്രെയിൻ തലവേദന ഉണ്ട്, ഫ്രണ്ടിന് മെന്റലി എന്താണ് ലൈക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ, ഫ്രണ്ടിനുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ ഹാരിസ്? ലൈക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഫാരിസ്, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ മാറുന്നത്, ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഏറ്റവും കൂടുതൽ മാറാറുള്ളത് EFT പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ. ബോഡി പെയിൻ, കാരണം നമ്മുടെ അസുഖങ്ങൾക്ക് കാരണം മൈഗ്രെയിൻ ആയിക്കോട്ടെ, ബോഡി പെയിൻ ആയിക്കോട്ടെ, ഇതിനൊക്കെ കാരണം നമ്മൾ അനുഭവിച്ച ട്രോമ, സ്ട്രെസ്, ബുദ്ധിമുട്ടുകളാണ്. അത് ക്ലിയർ ചെയ്ത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അസുഖം മാറും. അത് ക്ലിയർ ആകും കേട്ടോ. സോ ഡോണ്ട് വറി, ഇറ്റ് വിൽ ബി അത് ഒരു ഇതാണ് സാർ. എനിക്ക് ഇന്നലെ മോനിക്ക് ഒരു പുണ്ണിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ഇന്നലെ രാത്രി എനിക്ക് അത് വരുന്നത് അവനക്ക് പേടിയായി. മുന്നേ 3 വയസ്സേ ഉള്ളൂ. അപ്പൊ ഒരു കുറച്ച് ദിവസം മുന്നേ വന്നതുകൊണ്ട് അതിന്റെ ഒരു പേടിയുണ്ട്. അപ്പൊ ഞാൻ അവൻ ഇന്നലെ രാത്രി അവനെ തന്നെ ടാപ്പ് ചെയ്ത് അവനെ പിടിച്ച് ഞാൻ കൈ ഇതൊക്കെ അവനെ കൊണ്ട് തന്നെ ടാപ്പ് ചെയ്തിട്ട് ഞാൻ എങ്ങനെ വെർബലി ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു തവണ ചെയ്തപ്പോ പറഞ്ഞു. അപ്പൊ അവനെ ഞാൻ ചെയ്യാന്ന് കാണാറുണ്ട്, അവനിക്കിതറിയാം. അപ്പൊ ഇല്ല അമ്മ പോയില്ല. അപ്പൊ 2ാമത്തെ തവണയും ചെയ്തു കൊടുത്തു. ഇറ്റ്സ് ഓക്കെ മോനെ, ഇറ്റ്സ് ഓക്കെ, പോയില്ലേ, ഓക്കെ അല്ലേ, ഓക്കെ പറഞ്ഞ അപ്പൊ തന്നെ അവൻ ഉറങ്ങി. അതാണ് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്തിട്ട് റെഡി ആയിട്ട് പറഞ്ഞോളൂ ജസീല. എന്താണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഷാഫി എന്നാളോട് സ്നേഹം കിട്ടാത്തതാണ് ഞാൻ മറ്റുള്ളവർക്ക് പോകാൻ വിളിച്ചിട്ട് ഇങ്ങനെ അവരുടെ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. കസിൻസിനൊക്കെ പോകാൻ വിളിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ അങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ജസീൽ ഒരു കാര്യം ചെയ്യൂ, വറീഡ് ആവേണ്ട. നമ്മുടെ ടീം മെമ്പർ ഒരാൾ നിങ്ങളെ ബന്ധപ്പെടും കേട്ടോ. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണുള്ളത്? ഞാന് ഫഹിമ മാഡത്തിനെ അറിയാം, പിന്നെ ഷഹീന മാഡത്തിനെ അറിയാം. ഓക്കെ, അവരെ ഒന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു കേട്ടോ. അവരെ ഒന്ന് മെസ്സേജ് അയക്കൂ, ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആരെ വിളിക്കണം മാഡം? സാർ, ജസീല മാമിനൊന്ന്, സോറി ഷഹീന മാമിനൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, മെസ്സേജ് അയച്ചിട്ട് ഞാൻ ബന്ധപ്പെടാൻ പറഞ്ഞാൽ മതി. ജസ്റ്റ് എന്ന് വെച്ചാൽ സംസാരിക്കൂ. സംസാരിച്ചിട്ട് എന്ത് വെച്ചാൽ ഷഹീന മാമിനൊന്ന് മെസ്സേജ് അയക്കൂ. എന്നിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്കൊരു തെറാപ്പി ബുക്ക് ചെയ്ത് തരാം കേട്ടോ. ഡോൺ വറി, ഇത് നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സമാധാനം കിട്ടും. അങ്ങനെ റെഡി ആക്കി പിന്നെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, ശരി. ഫീ വേണ്ട, നിങ്ങളുടെ കാര്യം നമ്മൾ എന്താ വെച്ചാൽ ഞാൻ അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ശരി, വിഷമിക്കേണ്ട. നിങ്ങൾ അതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ശരി, ഓൾ റൈറ്റ്. താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ് ഹിയർ ഇന്നത്തെ സെഷൻ. ജസീല, എല്ലാവരും പറയുന്നത് ജസീലയുടെ പ്രശ്നങ്ങളൊക്കെ ശരിയാവും, വറീഡാവണ്ട, വിഷമിക്കേണ്ട കേട്ടോ. ആദ്യം ജസീൽ എന്ത് ചെയ്യണം, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ട്രാക്കിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, എല്ലാം റെഡി. കോഴ്സ് എടുത്തതാണ്. എങ്ങനെ വിഷ്ണു, എന്താണ്? ഈ ചേച്ചി കോഴ്സ് എടുത്തതാണ്. ഇല്ല, ജസീല കോഴ്സ് എടുത്തിട്ടില്ല. ജസീല നമ്മുടെ സ്ഥിരമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ലൈഫ് മാറണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും. അപ്പം ജസീലേക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ. നാളെ കേട്ടോ നമുക്ക് വീണ്ടും കാണാം. ചോദിച്ചോളൂ, ആരാണ്? ഹൈദരലിയാണ്. ചോദിച്ചോളൂ. ഈ പേഴ്സണൽ കൗൺസിലിംഗ് ഉണ്ടല്ലോ, അതിന് എത്രയാണ് ഫീസ്? അതിന് 3.5. 3.5 അല്ലേ? അതെ അതെ. അതിലെല്ലാം ക്ലിയർ ആവും അല്ലേ? അല്ല, അതിലെല്ലാം ക്ലിയർ ആവുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഇഷ്യൂവിന്റെ വലുപ്പത്തിനനുസരിച്ച് ചില ഇഷ്യൂ ഭയങ്കരമാണെങ്കിൽ ചിലപ്പോൾ ഇറ്റ് മേ ടേക്ക് ടൈം. 3,500? 3,500. ഓക്കെ ഓക്കെ ഓക്കെ. അത് പേഴ്സണൽ കേസസ്, ബിസിനസ് കേസ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആണ് കേട്ടോ. ശരി, ഓക്കെ. സാറേ, വേറൊരു സംശയം. പേഴ്സണൽ കേസ് ആണെന്നുണ്ടെങ്കിൽ, പേഴ്സണൽ പ്രോബ്ലം ആണെങ്കിൽ അതാണ്. അതല്ല, നിങ്ങൾ ബിസിനസ് കേസ് ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതലാണ്. ഓക്കെ സാറേ, ഒരു ഡൗട്ട്. ടീം മെമ്പറോട് ചോദിച്ചോളൂ. പേഴ്സണൽ മെന്ററായിട്ട് ഇരിക്കാൻ എന്താണ് സാറ് ഫീ? പേഴ്സണൽ മെന്ററായിട്ട്, എന്റെ ഒരു മെന്ററായിട്ട് സാറിന് എനിക്ക് വേണം. അതിനെന്താണ് ഫീ വരിക? എങ്ങനെയാണ്? ബിസിനസ് കേസിലാണ്. നിങ്ങൾ ബിസിനസ് ആണോ ചെയ്യുന്നത്? ബിസിനസ് കേസിലാണ്. ബിസിനസ് കേസിലാണ്. എന്താ ബിസിനസ്? എനിക്ക് മാർക്കറ്റിംഗ് ഉണ്ട്, അതേപോലെ ഹോൾസെയിൽ ഡിവിഷൻ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്കൊരു മെന്റർ ആവശ്യമാണ്. ഞാൻ കുറച്ച് ഉഴപ്പനാണ്. ഓക്കെ, മെന്റർ ആവശ്യമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം.
നമുക്കൊന്ന് സംസാരിക്കാം. നമുക്ക് 30th ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട് ബിസിനസ് റിലേറ്റഡ്. ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ 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 ഓക്കെ. ഞാൻ ഇപ്പൊ എന്തായാലും ഒരാഴ്ചയിൽ കണ്ടിന്യൂസ് പ്രോഗ്രാമിലുണ്ട് സാർ. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും കീപ്പ് ഓൺ ഇപ്പൊ ഞാൻ ഖത്തറിലാണ്. ഞാൻ നാട്ടിൽ അടുത്ത ആഴ്ച എത്തും. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യും. നമ്മുടെ EFT ലൈഫ് മാസ്റ്ററി സെഷൻ എന്തായാലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ അടുത്ത പ്രോഗ്രാമിൽ ഉണ്ടാവും. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഓഫറും കൂടെ സ്വന്തമാക്കാം. ഓക്കെ, ശരി ശരി. ഓക്കെ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളൂ. നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചാൽ മതി. ഇപ്പൊ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ശരി 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 ശരി. ശരി, ഓക്കെ, താങ്ക് ഞാൻ യു. വിളിച്ചോളാം. ഓക്കെ താങ്ക് യു. ശരി, താങ്ക് യു. ഷാഫി സാറേ, 30th എന്താന്ന് പറഞ്ഞേ? 30th 30ാം തീയതി നമ്മൾ എന്താ വെച്ചാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെന്റ് നടത്താം. ബിസിനസ് ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ, ലോങ് ടൈം കോച്ചിങ്. അതിൽ പങ്കെടുക്കാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, അതിന്റെ ഡീറ്റെയിൽസ് അനൗൺസ് ചെയ്യുമ്പോൾ ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അനൗൺസ്മെന്റ് ചെയ്യാം. അനൗൺസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് അത് റെഡി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ ശരി, ഓക്കെ, താങ്ക് യു. Okay. ഓൾ റൈറ്റ്, താങ്ക് യു എവരിവൺ. സീ യു ടുമോറോ. അപ്പൊ ഇന്നും കുറച്ചൊക്കെ തെളിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. കുറച്ചൊക്കെ ഒരു ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരുന്നു എന്ന് ഷെയർ ചെയ്ത് ആരെങ്കിലും ഒരാൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കമന്റിൽ ഷെയർ ചെയ്തോളൂ. ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലേക്ക് തട്ടിയിട്ടുള്ള പോയിന്റ് എന്താണ്? അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ആർക്കും പറയാം. ഏതാണ്? ഡെയിലി റൊട്ടീൻ കീപ്പ് ചെയ്യാൻ പറഞ്ഞ എന്താണ് ഡെയിലി റൂട്ടീൻ? lack of consistency. ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ആണ് ജസീല മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ ഓക്കെ, വേറെ മനസ്സിലാക്കി കൺസിസ്റ്റൻസി ഇല്ലാത്തത്, റുട്ടീൻ ഇല്ലാത്തത്. ഓക്കെ, ട്രോമ. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ മനസ്സിലാക്കിയത് അപ്രിസിയേഷന് വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ടത്, അത് പ്രതീക്ഷിച്ച് ചെയ്യണം. എങ്ങനെ? അപ്രീസിയേഷന് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട, നമ്മൾ എടുക്കേണ്ട പണി എടുക്കുക അല്ലേ? That's it. Very good. Traumatic people like dramatic life. Yes, Nazreen. That's a very good one. Okay. Comfort zone break ചെയ്യുക. That's a very good one. വേറെ? Anyone? Nimmi, what did you learn? ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, മൈൻഡിലേക്ക് തറച്ചു കയറിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് വൺ. Maintain a good timetable. Maintain a good timetable. Very good. Fantastic. So no drama is equal to peaceful life. Zakiya. Very good. Fantastic. വേറെ ആർക്കും ഷെയർ ചെയ്യാം? എനിബഡി? ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓവർ ട്രോമാസ്. ട്രോമാസ് നമുക്കൊക്കെ ഉണ്ടാകാം, പക്ഷെ അതിനൊക്കെ മുകളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് നമ്മൾ പ്രവർത്തിക്കുക. ട്രോമ ഉണ്ടെന്നും പറഞ്ഞിട്ട് ബ്ലെയിം ചെയ്തിരിക്കാൻ പറ്റില്ല. ശരിയാണ്, ട്രോമ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. റെസ്പോൺസിബിൾ ആവുക. നമുക്ക് ട്രോമയാണ് സംഭവിച്ചത്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ സ്വയം കുറ്റപ്പെടുന്നത് നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ട്രോമ ആണ് എന്നും പറഞ്ഞിട്ട് ഇരിക്കാനും പറ്റില്ല. ആ ട്രോമ ഹീൽ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, കോഴ്സ് ചെയ്യുക, പഠിക്കുക, ട്രോമ ഹീൽ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, റെസ്പോൺസിബിൾ ആയിട്ട് അതിനെ ഓവർകം ചെയ്തു വരിക. യെസ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, അടിപൊളി സെഷൻ. ഐ എൻജോയ്ഡ് ഇറ്റ്. ഹോപ്പ് യു ആൾസോ എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് സീ യു ടുമോറോ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. ശ്യാമള റൂട്ടി. Thank you, sir. Thank you so much. താങ്ക് യു സാർ. Thanks,